അഡ്വക്കേറ്റ് വർണ്ണന വത്സൻ, ദാറ്റ് മൈസെൽഫ്, അഡ്വക്കേറ്റ് അശ്വിൻ സാറും അഡ്വക്കേറ്റ് ഹരികൃഷ്ണ സാറും ഒപ്പം തന്നെ വിജയ് ശങ്കർ ആൻഡ് എബി വക്കീലും നമ്മുടെ സോന വക്കീലുമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഇതിലും എമിനന്റ് ആയിട്ടുള്ള ഒരുപാട് ട്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അശ്വിൻ സാറിന്റെ ക്ലാസ്സസ് ആയാലും വളരെ എമിനന്റ് ആയിട്ടുള്ള ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് റെഡി ഇൻ ടു ആപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സേ അബൌട്ട് മൈ ടോപ്പിക്. അപ്പൊ എങ്ങനെ ഒരു എൻട്രൻസ് പഠിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സിലബസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു LLB കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ലോ കോളേജിൽ നിങ്ങളുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തായിരിക്കും എന്നുള്ള ഒരു ബ്രീഫ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ. കംപ്ലീറ്റ് അക്കാഡമിക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ബ്രീഫ് ആയിരിക്കും ഓരോ അഡ്വക്കേറ്റ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരവരുടെ സബ്ജക്ട്സ് അവർ അത്രയും ക്ലിയർ ആയിട്ട് ടൈം എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഐ എം ആസ്കിങ് യു ദാറ്റ് ലാസ്റ്റ് വരെ നിങ്ങൾ കേട്ടിരിക്കുക. കാരണം LLB എന്ന് പറഞ്ഞ ഒരു സ്വപ്നമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്വപ്നത്തിലേക്ക് മേ ബി ദിസ് മൈറ്റ് ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഇതൊരു ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു അഡ്വക്കേറ്റ്സ് ആയിട്ട്, നാളത്തെ അഡ്വക്കേറ്റ്സ് ആയിട്ട് വലിയ ബാർ അസോസിയേഷനിലോ പല പല ബാറിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ, അതായത് അഡ്ഹോക് ലേണിംഗിന്റെ അഡ്ഹോക് ലീഗം എന്ന ക്ലാസ്സസിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു സബ്ജക്ട് ഉണ്ട്. അതായത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് 2 സബ്ജക്ട്സ്, അതായത് സബ്ജക്ട്സിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി സബ്ജക്ട് ആയിട്ടും 2 സെക്കൻഡറി സബ്ജക്ട് ആയിട്ടും. പ്രൈമറി സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ ഞങ്ങൾ വക്കീലന്മാരെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ ഡെപ്ത്, ഒരു കടൽ പോലെയുള്ള CPC-നൊക്കെ അത്രയും കൂടുതൽ സ്റ്റിൽ വി ആർ സ്റ്റഡിങ്, അത്രയും ഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ലോ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഒരു ക്യാപ്സ്യൂൾ സിസ്റ്റമാറ്റിക് ഫോം ആണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി സബ്ജക്റ്റില് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്നത്. അപ്പൊ അതിൽ ലീഗൽ മാക്സിംസ് ആൻഡ് ലീഗൽ ടേംസ് എന്ന ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത്. അതായത് ലീഗൽ മാക്സിം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇഗ്നോറൻഷ്യ ജുറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്നുണ്ട്. അതായത് ഒരു കുറ്റം നമ്മൾ ചെയ്തിട്ട് നമ്മൾ പറയാണ്, അയ്യോ സാർ നിയമം അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ഒരു കുറ്റത്തിൽ നിന്നും വിമോചിതനാക്കുന്നില്ല എന്നൊരു കാര്യം. അപ്പൊ ഇത്തരം ലീഗൽ മാക്സിംസ് കോടതികൾ ഫ്രം പ്രീസിഡൻസ് എന്നൊക്കെയാ പറയാം. അതൊക്കെ നമ്മുടെ വക്കീൽ ഭാഷയിൽ നിങ്ങൾ പയ്യെ പഠിക്കും. അപ്പൊ ഇത്തരം പ്രീസിഡൻസിലും അല്ലെങ്കിൽ ഇത്തരം പ്രിൻസിപ്പിൾ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ലീഗൽ മാക്സിംസ്, അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ലീഗൽ ടേംസ് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സെഷനിൽ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസിനെ കുറിച്ചായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ആസ് ഐ നോ, ഇപ്പൊ ഒരു മാക്സിംസ്, ലാറ്റിൻ ടെർമിനോളജി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ആയിരിക്കും. അത് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളും ഈ +2 കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ എൻട്രൻസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാനും മാക്സിംസ് പഠിച്ചത്. പക്ഷെ നൗ വി ആർ വെരി യൂസ്ഡ് ടു ലാംഗ്വേജസ് ആൻഡ് the code languages that we are using. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പ്രൊഫൈലിൽ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് അശ്വിൻ സാറ്, ദ മാസ്റ്റർ ബ്രെയിൻ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് അഡ്ഹോക് ലേണിംഗ് ആപ്പ്. സാറിന്റെ ക്ലാസ്സസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ സാറിന്റെ പ്രൊഫൈൽ നിങ്ങൾ ഈ പ്രസന്റേഷനിൽ വായിക്കും ചെയ്യാം. ഓൾസോ നിങ്ങൾക്ക് എന്താണ് സാർ ഡീൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും ഈ ക്ലാസ്സിൽ വരെ, ഈ ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ് കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഇമ്പോർട്ടന്റ് ഏരിയാസ് നമ്മൾ പറഞ്ഞു തരും. ആൻഡ് ഓൾസോ നമ്മുടെ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എൻട്രൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു പഠന രീതി ആയിരിക്കും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. ആൻഡ് ടു മൂവ് ഓൺ വിത്ത് ദ സെഷൻ, ഐ ഇൻവൈറ്റ് അഡ്വക്കേറ്റ് അശ്വിൻ സർ. അശ്വിൻ വക്കീലെ, നമുക്ക് സാറിന്റെ സെഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ യെസ്, കേൾക്കാമല്ലോ അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു സെഷനകത്തേക്ക് നിങ്ങൾ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ എൻട്രൻസ് എന്ന് പറയുന്നത്, LLB എൻട്രൻസ് അല്ലെങ്കിൽ വക്കീലാവുക, അഡ്വക്കേറ്റ് ആവുക എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് അല്ലെ? ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് നമുക്ക് വക്കീലാവുക. ചെറുപ്പം മുതലേ പലതരത്തിൽ നമുക്ക് അഡ്വക്കസിയോട് ഇഷ്ടപ്പെട്ടവരുണ്ടാവാം. ചിലപ്പോ നമ്മൾ കണ്ടുപരിചയമുള്ള ചില വക്കീലുമാരെ കണ്ടിട്ടായിരിക്കാം, ചിലപ്പോ സിനിമകളിലൂടെ ആയിരിക്കാം. എന്തൊക്കെയായാലും എങ്ങനെയോ ചില ആൾക്കാർക്ക് നിയമം പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. ഒരുപാട് പേരുണ്ട് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് നിയമം അറിയണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പേര് നമ്മൾ ലോ കോളേജിലും എല്ലാം കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ ക്ലീ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ലോ എൻട്രൻസിന്റെ രീതികൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പലരും പല രീതിയിലൂടെ യൂട്യൂബിലൂടെയും മറ്റും എല്ലാം കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ടാവും.
നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ഈ ക്ലീ എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, എന്താണ് കൃത്യമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി, അതുപോലെ തന്നെ എങ്ങനെയാണ് എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്തുക, അതുപോലെ തന്നെ ഇപ്പൊ ഇനി വരുന്ന ഹരിവക്കീലൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് അതിന്റെ സിലബസ്, അതുപോലെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് ലഭിച്ചത് ആർക്കായിരുന്നു, അല്ലെങ്കിൽ എത്ര മാർക്ക് വരെ ഉണ്ടായിരുന്നവർക്കാണ് ലാസ്റ്റ് റാങ്ക്, അതായത് നമുക്ക് ഓരോ ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും ഒരു LLB എൻട്രൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയണമോ അതെല്ലാം നമ്മൾ ഇനിയുള്ള ഓരോരോ സെഷനുകളായിട്ട് നമ്മൾ കവർ ചെയ്യും. ഇനിയിപ്പോ ഹാരേ സാറേ ആണെങ്കിൽ ഇതുപോലെ തന്നെ സിലബസിനെ കുറിച്ച് മറ്റ് ഡീറ്റെയിൽസ് പറയുന്നു. അതുപോലെ തന്നെ സോന വക്കീലാണെങ്കിൽ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം എന്താണ്, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം അതുപോലെ എബി വക്കീലാണെങ്കിൽ ഇതിനകത്ത് ലീഗൽ റീസണിങ് എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ലീഗൽ റീസണിങ് ക്രാക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണ്. വിജയ് സാർ ആണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ GK പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, കോളേജിലെ കൾച്ചറൽ ലൈഫ് എങ്ങനെയായിരിക്കും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ആവാൻ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ഓറിയന്റേഷൻ സെഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ വക്കീലാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവരും ഓടിയെത്ത വെള്ള ഷർട്ടും ബ്ലാക്ക് കോട്ടും ഇട്ടിട്ടുള്ള ഒരു വേഷമായിരിക്കും അല്ലെ. വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLB പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വക്കീലാവുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു കലവറയാണ് അഡ്വക്കസി എന്ന് പറയുന്നത്, വക്കീൽ ജീവിതം അല്ലെങ്കിൽ LLB എന്ന് പറയുന്നത്. LLB കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്വക്കേറ്റ് ആവുക എന്ന് മാത്രമല്ല, ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നാളത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുൻസിഫ് മജിസ്ട്രേറ്റുകളാവാം, ജില്ലാ ജഡ്ജികളാകാം, അതിൽ നിന്നും ഉയർന്ന ഹൈക്കോടതി ജഡ്ജും സുപ്രീം കോടതി ജഡ്ജും ഒക്കെ ആവാം. ഇതൊന്നും കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് പല കമ്പനികളുടെയും ലീഗൽ അഡ്വൈസർമാരാവാം. കമ്പനികൾ എന്ന് പറയുമ്പോൾ ഗവൺമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പല സ്ഥാപനങ്ങളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് RBI, SEBI, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർമാരാവാം. RBI പോലുള്ള സ്ഥാപനങ്ങളെല്ലാം നമുക്ക് അവരുടെ ലീഗൽ അഡ്വൈസർ ആവുന്ന അവരുടെയൊക്കെ പാക്കേജ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അവർക്കൊക്കെ മന്ത്ലി വരുന്ന അലവൻസസ് ഉൾപ്പെടെ ഏകദേശം അറൌണ്ട് 2 lakh ഒക്കെയാണ് മന്ത്ലി അലവൻസസ് പ്ലസ് സാലറി ആയിട്ട് വരുന്നത്. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കാര്യമാണ് LLB എന്ന് പറയുന്നത്. SBI പോലുള്ള ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരെ വിളിക്കുന്നുണ്ട്. അതിനെല്ലാം LLB ഉള്ളവരാണ് വേണ്ടത്. അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടും അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഭാഗമാണ് LLB എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇതിനെല്ലാം, കുറച്ചു മുമ്പ് വർണ്ണവക്കിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇതിനെല്ലാം ഏറ്റവും ഉയർത്തി നിർത്തുന്നത് അല്ലെ. സ്വപ്നം കാണുക, പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഈ പ്രകൃതി മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട കാര്യം സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, അതോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൂടി വേണം അല്ലെ. നിങ്ങളെല്ലാം 12th ഫെയിൽ പോലെയുള്ള സിനിമകളെല്ലാം കണ്ടവരായിരിക്കും അല്ലെ. 12th ഫെയിൽ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാന്റെ പോലീസായിട്ടുള്ള ഒരു സിനിമയില്ലേ, ഏതായിരുന്നു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെ. അത്തരം സിനിമകളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് അത് ആവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഗംഭീരമായിട്ടുള്ള പരിശ്രമം വേണം. അത് ആഞ്ഞു പഠിക്കണം, നല്ല റാങ്ക് വാങ്ങി നല്ല മാർക്ക് വാങ്ങി നല്ല രീതിയിൽ അതിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ എഫേർട്ടിന്റെ ഫലമായിരിക്കും. അല്ലാതെ നമുക്ക് ഒരു ഷോർട്ട് കട്ടിലൂടെ എത്തുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും വിജയത്തിലേക്ക് നമ്മൾ വളരെയധികം എഫേർട്ട് എടുക്കേണ്ടി വരും. ആ എഫേർട്ട് എന്ന് പറയുന്ന അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് അതിനകത്ത് സക്സസ് ആവുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പേര് അല്ലെ, നിങ്ങളിൽ പലരും ഉള്ള ആൾക്കാർ, ഇപ്പോ നിങ്ങളിൽ തന്നെ ഇപ്പോ വിനോദ് അല്ലെ, വിനോദിന്റെ പേരിന്റെ ഫ്രണ്ടിൽ അഡ്വക്കേറ്റ് എന്നൊക്കെ ബോർഡ് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സിന്ധു, അഡ്വക്കേറ്റ് ശില്പ, അഡ്വക്കേറ്റ് അഭിലാഷ് അല്ലെ, നിങ്ങളുടെയൊക്കെ പേരിന്റെ ഫ്രണ്ടിൽ അഡ്വക്കേറ്റ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ബോർഡ് വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം എല്ലാം രുചിച്ചറിയണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ഈവൻ ആമസോണിലും സ്വിഗ്ഗിയിലും പോലും അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആ വക്കീലിന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നതെല്ലാം വളരെ വലുതാണ്. സോ അതെല്ലാം രുചിച്ചറിയണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുകൾ നമ്മൾ നടത്താൻ തയ്യാറാവണം. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് എക്സാം ആണ് ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഈ എൻട്രൻസ് എക്സാമിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഹാരിയ സാർ പറഞ്ഞുതരും. എങ്ങനെയാണ് അതിന്റെ സിലബസ്, എന്താണ് അതിന്റെ ബാക്കി സ്ട്രാറ്റജി, എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ, അതിന്റെ റിസർവേഷൻ കാറ്റഗറി എങ്ങനെയാണ്, അതിന്റെ മാർക്ക് എത്ര വേണം, എത്ര പെർസെന്റേജ് മാർക്ക് വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് അതിന്റെ കട്ട് ഓഫ് വരുന്നത്, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഹാരിയ സാർ പറയും. സോ ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. സോ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ 200 ക്വസ്റ്റ്യൻസ് ഉള്ള 600 മാർക്കിന്റെ ഒരു പരീക്ഷയെ നമ്മൾ സമീപിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ് അത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ മാർക്ക് സ്കോറിംഗ് ഭാഗം ഏതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. സോ എങ്ങനെയാ മാർക്ക് സ്കോറിംഗ് ഭാഗമാണോ, ഒരു ടോപ്പിക് എടുത്തിട്ട് അത് മാർക്ക് സ്കോറിംഗ് ഭാഗമാണോ, അത് ഇമ്പോർട്ടന്റ് ആണോ, അത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ പഠിക്കേണ്ടതാണോ എന്ന് മനസ്സിലാക്കുക എങ്ങനെയാ? ആദ്യമായിട്ട് ഇപ്പൊ +2 ജസ്റ്റ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഈവൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലൊക്കെ 70 വയസ്സായിട്ടുള്ള സാർമാരൊക്കെ പഠിച്ചിട്ടുണ്ട്, റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷയിലേക്ക് കിടക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ എൻട്രൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഒരു മെന്റർഷിപ്പ് എന്നുള്ള രീതിയിലാണ് ശരിക്കും അഡ്ഹോക് ലേണിംഗ് അല്ലെങ്കിൽ അഡ്ഹോക് ലീഗം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങളിലേക്ക് എത്തുന്നത്. എന്ത് മെന്റർഷിപ്പ് ആണ് നമുക്ക് തരാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഡ്ഹോക് ലേണിംഗിന്റെ ആപ്പ് ഉണ്ട്. അതിൽ ഓൾറെഡി നമ്മൾ 6000+ സ്റ്റുഡൻസ് ഉള്ള PSC കോച്ചിങ് പ്ലാറ്റ്ഫോം ആണ്. അതിലൂടെയാണ് നിങ്ങൾക്ക് അഡ്ഹോക് ലീഗത്തിന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എൻട്രൻസ് എങ്ങനെ പ്രിപ്പയർ എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് അതേ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇനി അവസാനമായിട്ട് ജോയിൻ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവർക്കെല്ലാം ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, സോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്ന അതേ മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് പഠിച്ചു പോവാം. അല്ലെങ്കിൽ അഡ്ഹോക്കിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് അതിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. അഡ്ഹോക്ക് ലീഗത്തിൽ പർച്ചേസ് ചെയ്ത് അതുപോലെ തന്നെ അത് തന്നെ പർച്ചേസ് ചെയ്ത് പഠിക്കണം എന്നൊന്നും നമ്മൾ പറയില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് മനസ്സിലാവാവുന്ന കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ടാണെങ്കിലും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു മെന്റർ വേണം, ഒരു സപ്പോർട്ട് വേണം, ഒരു മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്ഹോക് ലേണിംഗ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ എന്താണ് അഡ്ഹോക് ലീഗം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനകത്ത് കിട്ടുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സുകളായിരിക്കും. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. രാത്രി 8:30 മുതൽ 10 മണി വരെ 1.5 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും ക്ലാസ് എടുക്കാൻ. അവരെല്ലാം അവരുടേതായിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സും മറ്റുമാണ്. അവരെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1.5 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ് എടുത്തു തരും. അതുകൂടാതെ ആ ലൈവ് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായാൽ, ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്ക് വന്നു നിങ്ങൾക്ക് അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നെക്സ്റ്റ് ഡേ തന്നെ തരും. അത് ജസ്റ്റ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് വെറുതെ അയച്ചു തരല്ല ചെയ്യുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ആപ്പിനകത്ത് തന്നെ Day 1 എന്നുള്ള ഒരു ഫോൾഡറിനകത്ത് Day 1 എടുത്ത റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. Day 2 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് Day 2 എടുത്ത റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോൾഡേഴ്സ് തിരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതുകൂടാതെ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന ഒരു അഡ്ഹോക്കിൽ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് മാർക്ക് സ്കോറിംഗ് ആണ്. അത് അടുത്ത സെഷനകത്ത് പറയും അതിന്റെയൊക്കെ മാർക്ക് എത്രയാണ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്നെല്ലാം അടുത്ത സെഷനിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അഡ്ഹോക് ലേണിംഗ് എല്ലാ ദിവസങ്ങളും പഠിക്കാനായിട്ടുള്ള കുറച്ച് വൊക്കാബുലറികളുടെ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരും. ഒരു 4ഓളം സ്ലൈഡുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോട് അത് പഠിക്കാൻ പറയും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ്, വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് കറണ്ട് അഫയേഴ്സ്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏകദേശം 20ഓളം MCQ കറണ്ട് അഫയേഴ്സ് ഉള്ള ഒരു സ്ലൈഡ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടും. സോ അതുകൂടാതെ നിങ്ങൾക്ക് ഇതുകൂടാതെ, അതായത് ഇപ്പോൾ ലൈവ് സെഷൻ വന്നു, അതിന്റെ റെക്കോർഡ് ക്ലാസ് വന്നു, ദെൻ ഇംഗ്ലീഷ് ക്ലാസ് വന്നു, കറണ്ട് അഫയേഴ്സ് വന്നു, അതും കൂടാതെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഡിസ്കസ് ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് എക്സ്ട്രാ കിട്ടും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അഡ്ഹോക്കിൽ പഠിച്ചാലും ഇല്ലെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. നിങ്ങൾ ഇത് ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരാവുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പഠിക്കണം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താൽ അതുമായി കവർ ചെയ്ത് വരുന്ന, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും PYQന്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ
ഇത് കൂടാതെ നിങ്ങൾക്കറിയാം നമുക്കിപ്പോ എക്സാം വരുന്നതല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നിങ്ങൾ പലരും പല ടൈപ്പ് ഓഫ് എക്സാംസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, ഓൺലൈൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. ആ ഒരു ടൈപ്പിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ആ ഒരു രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു നോക്കണം. അഡ്വോക് ലീഗത്തിനകത്ത് നിങ്ങൾക്ക് 10ഓളം മോഡൽ എക്സാമുകൾ, 200 ക്വസ്റ്റ്യൻസ് ഉള്ള 10ഓളം ലീഗൽ എക്സാമുകൾ കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണോ ചോദിക്കുന്നത്, എൻട്രൻസ് കമ്മീഷനായിട്ട് ചോദിക്കുന്നത്, അതുപോലെയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതൊന്നും കൂടാതെ എല്ലാ ആഴ്ചയിലും ആ ഒരു ആഴ്ച പഠിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ, അത് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ റിവിഷൻ ക്ലാസ്സുകൾ ആ ഞായറാഴ്ചകളിലെ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരാഴ്ച പഠിപ്പിച്ച ഭാഗത്തു നിന്നും റിവിഷൻ ടെസ്റ്റ് ഞായറാഴ്ചകളിൽ ഉണ്ടാകും. അതും കൂടാതെ ഞായറാഴ്ചകളിൽ ഉള്ള ലൈവ് ക്ലാസ്സിനകത്ത്, അതായത് 6 ദിവസം ലൈവ് ക്ലാസ് കഴിഞ്ഞ് 7ാമത്തെ ദിവസമായിട്ടുള്ള ഞായറാഴ്ചകളിലെ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള മോട്ടിവേറ്റിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ച കിട്ടുന്നുണ്ടോ, എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരുന്ന തരത്തിലുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻസ് എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രയുമാണ് അഡ്ഹോക് ലേണിംഗിനകത്ത് അഡ്ഹോക് ലീഗം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് തരുന്നത്. സോ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്നത് തന്നെയാണ്. ഈ ഒരു സ്ട്രാറ്റജിയില് നിങ്ങൾ ഡെയിലി ഇംഗ്ലീഷ് പഠിക്കുക, ഡെയിലി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, ഡെയിലി നിങ്ങൾ പറ്റുമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം കൃത്യമായി പഠിച്ച് മുന്നിട്ട് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുക, ദെൻ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിയർ എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇതിപ്പോ അഡ്വോക്കിൽ പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തുടക്കത്തിന്റെ ആവേശത്തില് 2-3 ദിവസമൊക്കെ പഠിക്കും, ഒരു 4-5-6 ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് സ്ലോ ആവും. അപ്പോ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരും, വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരും, കല്യാണം പരിപാടികളൊക്കെ വരും അല്ലെ. സോ വെക്കേഷൻ ആണ്, പലർക്കും പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു ഫ്ലോ പോവും പഠിക്കുന്നതിന്റെ. അങ്ങനെ ഫ്ലോ പോകുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്ലോ പോവാതെ ഒരു ദിവസം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ട് നെക്സ്റ്റ് ഡേ അത് പഠിച്ച് എടുക്കാനുള്ളൊരു ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാവുക. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അവിടെ എല്ലാവരുടെയും ഒരു ഡൗട്ട് ഉണ്ടാവുക, ഇത് വലിയൊരു ഫീസ് വരില്ലേ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വലിയൊരു ഫീസ് തന്നെയാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമം ചെലവിൽ, അതായത് ഈ ടീച്ചേഴ്സ് എല്ലാം വരുമ്പോൾ ടീച്ചേഴ്സിനെല്ലാം കൊടുക്കാവുന്ന ഒരു സാലറി മറ്റും കാര്യങ്ങളും വേണ്ടത് കൊണ്ട് മാത്രം ഏറ്റവും മിനിമം ചെലവിൽ നമ്മളൊരു 2499 രൂപ മാത്രം ഫീസിലാണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് ഈ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത്രയുമാണ് LLB എൻട്രൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സുമായി റിലേറ്റ് ചെയ്ത് പറയാനുള്ള ഭാഗങ്ങൾ. ഇനി നിങ്ങൾക്ക് അടുത്ത സെഷനകത്ത് ഹരേ സാറ് LLB എൻട്രൻസ് എങ്ങനെയാണ്, അതിന്റെ മറ്റു ക്രൈറ്റീരിയകൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹരേ സാറ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു അശ്വിൻ സാർ. അടുത്തത് നമുക്ക് ഹരേ സാറിന്റെ ക്ലാസ് ആണ്. അഡ്വക്കേറ്റ് ഹരേകൃഷ്ണ സാർ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? യെസ് അതെ വക്കീൽ. ഓക്കെ, എനിക്ക് ഇൻട്രൊഡക്ഷൻ തന്ന പറഞ്ഞ വക്കീല്, പിന്നെ ഇൻട്രൊഡക്ഷൻ തന്ന നമ്മുടെ അശ്വിൻ വക്കീല്. ഓക്കെ, എൻട്രൻസ് എന്താണെന്നും ഈ ഒരു സംവിധാനം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ദേ ആർ ഓൾ എക്സ്പീരിയൻസ് പീപ്പിൾ. അതിലേക്ക് ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനുള്ള, എനിക്ക് തന്നിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ, എക്സാമിന്റെ സിലബസ്, അതുപോലെ സീറ്റുകളുടെ എണ്ണം, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നിങ്ങളോട് കൺവേ ചെയ്യാനാണ് എനിക്ക് ഡ്യൂട്ടി തന്നിരിക്കുന്നത്. ഓക്കെ, ആസ് ഫാർ ആസ് മീ കൺസേൺ, എന്റെ പേര് ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് ഹരേകൃഷ്ണ. ഞാൻ തൃശ്ശൂർ ബാറിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 2017 ഞാൻ തൃശ്ശൂർ ലോ കോളേജിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് കയറുന്നത്. 49ാമത്തെ റാങ്ക് എനിക്ക് ഉണ്ടായിരുന്നു എൻട്രൻസിൽ. അപ്പോൾ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഈ സംവിധാനത്തിൽ നിന്ന് ഇത് ക്രാക്ക് ചെയ്ത് കയറി പഠിച്ചിറങ്ങി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാണ്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, എൻട്രൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഗ്രേവിയാണ്. ഓക്കെ, അത് ഡിഫറെന്റ് ഗ്രേവിയാണ്, അത് ഡിഫറെന്റ് ബോൾ ഗെയിം ആണ്. നിങ്ങളുടെ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ +2 പരീക്ഷയോ പോലെയുള്ള ഒരു പരീക്ഷ പ്രവേശന പരീക്ഷയാണ്. പ്രവേശന പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചുരുക്കം സീറ്റുകളിലേക്ക് കുറച്ചധികം പേര്
അതിലേക്ക് ട്രൈ ചെയ്യുന്നു. അതിൽ നിന്ന് ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രവേശന പരീക്ഷ എന്ന് പറയും. ഓക്കെ, നോർമലായിട്ട് +2 പരീക്ഷയും ഡിഗ്രി പരീക്ഷയും എന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഡിഫറെന്റ് ഗ്രേവി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഈ എക്സാം പ്രിപ്പയർ ചെയ്യേണ്ട രീതി വ്യത്യാസമാണ്. ഓക്കെ, +2 പഠിക്കുന്ന പോലെയോ +2 പരീക്ഷ പഠിക്കുന്ന പോലെയോ ഡിഗ്രി പരീക്ഷ പഠിക്കുന്ന പോലെ ചില പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല. ഓക്കെ, ഇത് ഡിഫറെന്റ് പരീക്ഷ, അതിൻ്റെതായ രീതിയിൽ സമീപിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് എന്റെ എക്സ്പീരിയൻസിന്റെ ഇതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓൾമോസ്റ്റ് ഒരു 6-7 കൊല്ലമായിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ് കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പലതരം ആൾക്കാർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് കണ്ടിട്ടുണ്ട്, ഫെയിൽഡ് ആയ സ്ട്രാറ്റജീസ് കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്ത് ജയിച്ച് സ്ട്രാറ്റജീസ് നമ്മൾ കണ്ടു, പലതരം അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ പറയാണ്, ഇറ്റ്സ് എ ഡിഫറെന്റ് ബോൾ ഗെയിം, ഇറ്റ്സ് എ ഡിഫറെന്റ് ഗ്രേവി. ഈ പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതൊരു പ്രവേശന പരീക്ഷയാണ്. തൊട്ടടുത്തിരിക്കുന്നവരെ കാട്ടി ഒരു പടി മുന്നിലായാൽ മാത്രമേ ഈ പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിന്റെ ഡീപ്പായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുടെ ഫാക്കൽറ്റീസ്, എലീറ്റ് ഫാക്കൽറ്റീസ് ഒക്കെ 1-2 പേര് ഇപ്പൊ നിങ്ങൾ വർണ്ണന വക്കീലായിക്കോട്ടെ, അശ്വിൻ വക്കീലായിക്കോട്ടെ, ഇവരൊക്കെ നിങ്ങളോട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അതിന്റെ ഓപ്പർച്യൂണിറ്റീസോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് എ ഡിഫറെന്റ് ബോൾ ഗെയിം, ഇറ്റ്സ് എ ഡിഫറെന്റ് ഗ്രേവി. ഓക്കെ, ഞാൻ പറയാനുള്ള മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് +2 99% മാർക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഡിഗ്രിക്ക് 80% മാർക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് +2 60% മാർക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് +2 50% മാർക്ക് ഉണ്ടാവും. ഡസൻ മാറ്റർ ഹിയർ. ഇറ്റ് ഡസൻ മാറ്റർ. നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി ഇവിടെ ഒരു മാറ്റർ ചെയ്യണില്ല. അവിടെ നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി മാറ്റർ ചെയ്യുന്നില്ല. ഞാൻ 2017 ലോ കോളേജ് കയറിയത്. എന്റെ ഒപ്പം എൻട്രൻസ് എഴുതാൻ 99% കിട്ടിയ +2 കിട്ടിയ കുട്ടി ഉണ്ടായിരുന്നു. അതേ സമയത്ത് എന്റെ ഒപ്പം 60% കിട്ടിയ കുട്ടി ഉണ്ടായിരുന്നു. പിന്നീട് എൻട്രൻസ് കഴിഞ്ഞ് ലോ കോളേജിൽ എന്റെ ക്ലാസ്സിൽ കയറിയപ്പോ +2 99% കിട്ടിയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത പലരെ ഞാൻ കണ്ടു. അതായത് +2 99% ഉണ്ടായിട്ട് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ +2 60% വെച്ചിട്ട് എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ലോ കോളേജിൽ എന്റെ ക്ലാസ്സിലുള്ളവരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വോയിസ് ക്ലിയർ അല്ലെന്ന് പറയുന്നുണ്ട്. ഓഡിബിൾ അല്ലേ നിങ്ങൾക്ക്? ഹലോ, ഓഡിബിൾ അല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ഓഡിബിൾ ആണോ? അതെ അതെ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയോ നമ്മുടെ പാസ്റ്റ് ഇതൊന്നും ഇവിടെ ഒരു മാറ്റർ ചെയ്യുന്ന ഒരു വിഷയമല്ല. നിങ്ങൾ ഈ എക്സാമിനെ എങ്ങനെ സമീപിക്കുന്നോ, നിങ്ങൾ ഈ എക്സാമിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു അനുസരിച്ച് നിങ്ങളുടെ സക്സസ്. നിങ്ങളുടെ +2 നിങ്ങൾക്ക് എത്രയോ ശതമാനം മാർക്ക് ഉണ്ടോ, അതൊന്നും ഇവിടെ മാറ്റർ ചെയ്യില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം, ഇറ്റ്സ് എ ഡിഫറെന്റ് ബോൾ ഗെയിം. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഒരു കാര്യം, കുറെ മിത്തുകളുണ്ട്, ആ മിത്ത് ബേസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങുകയാണ്. കുറെ മിത്തുകളുണ്ട് എൻട്രൻസ്. പൊതുവേ നമ്മൾ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്, അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, അതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല. അതൊക്കെ വല്ല ടൗണിൽ ജനിച്ചു വന്ന കുട്ടികൾക്കോ, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണി, അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര സ്കില്ലുള്ള പറഞ്ഞ കുട്ടികൾക്ക് പണിയുള്ള, ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകളൊക്കെ, ഇതുപോലുള്ള ഒരുപാട് സെന്റൻസുകളൊക്കെ നിങ്ങൾ ഈ ഒരു പീരീഡ് ഓഫ് ഇതിൽ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, അതൊക്കെ ബുദ്ധിയുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ വലിയ വക്കീലന്മാരുടെ മക്കൾക്ക് പറഞ്ഞിട്ടുള്ള പണി, അല്ലെങ്കിൽ ഇതൊക്കെ ടൗണിൽ വന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. നോട്ട് ദാറ്റ്. ഓക്കെ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അതൊക്കെ നിങ്ങൾ ഒരു ചെവി കൂടെ കേൾക്കുക, അടുത്ത ചെവി കൂടെ കളയും. ഡസൻ മാറ്റർ ഇൻ ദിസ് ഗെയിം. ഓക്കെ, നമ്മൾ ഈ എക്സാമിനെ അതിൻ്റെതായ രീതിയിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി, ഐ സേ ദാറ്റ് വേർഡ് സ്ട്രാറ്റജി, ഡെഫിനറ്റ് ആയ ഒരു സ്ട്രാറ്റജിയോടെ ഈ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ, നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്തായിക്കോട്ടെ, നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യും. ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, നിങ്ങൾ വലിയ വക്കീലന്മാരുടെ മക്കളാവോ, നിങ്ങൾ വലിയ പോഷായിട്ടുള്ള സെറ്റപ്പിൽ നിന്ന് വരണോ, ഒന്നുമില്ല. വലിയ ബുദ്ധി വേണോ, വേണ്ട. വാട്ട് മാറ്റേഴ്സ് ഹിയർ ഈസ് കൺസിസ്റ്റൻസി, സ്ട്രാറ്റജി ആൻഡ് ഹാർഡ് വർക്ക്. ഐ സേ എൻട്രൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, സ്ട്രാറ്റജി, ഹാർഡ് വർക്ക്. ഒരു സാധനം ഒരേപോലെ 365 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സക്സീഡ് ആവും. നിങ്ങൾക്ക് ചിലപ്പോൾ സ്കില്ല് കുറവായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി കുറവായിരിക്കും. വൺ തിങ് ഐ സേ, കൺസിസ്റ്റൻസി ഈസ് ഓൾ ദാറ്റ് മാറ്റേഴ്സ്. ഒരു സാധനം 2 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അത് നിങ്ങൾക്ക് 80 ദിവസം ആ 2 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ സക്സീഡ് ചെയ്യും, നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് ഒരേ സാധനം ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വലിയ സ്കില്ലൊന്നും വേണ്ട, നിങ്ങൾക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട, നിങ്ങൾ ക്രാക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് 2.5 മാസം, ഇപ്പൊ നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ വിട്ടു. അതായത് നോർമലി നമ്മുടെ എൻട്രൻസ്, കേരള ലോ എൻട്രൻസ് ഒരു ജൂൺ അവസാനം ജൂലൈ മാസത്തിലൊക്കെ നടക്കാറ്, ചിലപ്പോൾ അതിൽ നീളാറുണ്ട്.
ഓക്കെ. അങ്ങനെ ഒരു ജൂൺ ആ എൻഡ് ജൂലൈ മാസം നടന്ന് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ അഡ്മിഷൻ നടന്ന് നവംബറിലാണ് ക്ലാസ് തുടങ്ങുന്നത്. അതായത് നിങ്ങളുടെ സെമസ്റ്റർ തുടങ്ങുന്നത് നവംബർ 1-ാം തീയതി. നവംബർ 1 തൊട്ട് തൊട്ടടുത്ത വർഷം മാർച്ച് 31 വരെയാണ് ഒരു സെം എന്ന് പറയുന്നത്, 6 months കാലാവധി. പക്ഷെ ഇത്തവണ ഒരു 2 weeks മുന്നേ എൻട്രൻസ് കമ്മീഷൻ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ, അത് എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എൻട്രൻസ് കമ്മീഷൻ സൈറ്റിൽ അത് കിടപ്പുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും എന്ത് ചെയ്യുക, എൻട്രൻസ് നേരത്തെ നടത്തി എത്രയും പെട്ടെന്ന് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് തുടങ്ങാനാണ് പറയുന്നത്. അതായത് പൊതുവെ തുടങ്ങുന്നത് ഒക്ടോബറിലാണ്, നവംബറിലാണ്. ആ ക്ലാസ് എങ്ങനെയെങ്കിലും ജൂൺ ജൂലൈ ആയിട്ട് തുടങ്ങാനുള്ള രീതിയിലുള്ള നോട്ടിഫിക്കേഷനാണ് എൻട്രൻസ് കമ്മീഷൻ പുറത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് തീയതി. അപ്പൊ നമുക്ക് വി ക്യാൻ എക്സ്പെക്ട് ദ എക്സാം ലിറ്റിൽ ബിറ്റ് ഏർലിയർ, കുറച്ച് നേരത്തെ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാം. കാരണം എൻട്രൻസ് കമ്മീഷൻ ഓട്ടോമാറ്റിക്കായി നോട്ടിഫിക്കേഷൻ ഇറക്കി എന്തിനാണ്? LLB പിള്ളേരുടെ ക്ലാസ്സുകൾ നേരത്തെ തുടങ്ങണം, പതിവിലും നേരത്തെ തുടങ്ങണം. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരത്തെ പ്രതീക്ഷിക്കാം. സോ ഗെറ്റ് റെഡി ടു വർക്ക്. നമ്മുടെ ഹാർഡ് വർക്ക്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ 2 മാസം അല്ലെങ്കിൽ 2.5 മാസം ചോദിക്കുന്നു. ആ 2.5 മാസം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി, ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, 2 months ഈസ് ഇനഫ് ആൻഡ് മോർ ടു എന്ത് ചെയ്യാന്നുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സീഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ 2 months ധാരാളം. ബട്ട് ഓൺലി വൺ തിങ് മാറ്റേഴ്സ്, സ്ട്രാറ്റജി, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്. 3 things: സ്ട്രാറ്റജി, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്. ഇനി ഇവിടെ ഞാനിപ്പോ അഡ്വോക്കിന്റെ ബിഹാഫിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അഡ്വോക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ലീഗം നിങ്ങൾക്ക് എന്തൊക്കെ തരാൻ പറ്റും? ഇവിടെ ഇപ്പോ ക്ലാസ് എടുക്കുന്ന 5 ലീഡ് ഫാക്കൽറ്റീസ്, വർണ്ണന വക്കീല്, അശ്വിൻ വക്കീല്, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് എബി വക്കീൽ നിങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞ് വിജയ് വക്കീൽ നിങ്ങളോട് സംസാരിക്കും, സോന വക്കീൽ നിങ്ങളോട് സംസാരിക്കും. അപ്പോ 5 മെയിൻ ലീഡ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാവരും പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ്. ഈ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ഞാൻ എടുത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് അല്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ സബ്ജക്റ്റ് പ്രാക്ടിക്കൽ ആസ്പെക്റ്റില് കോടതിയിൽ നടക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി വഴി പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. വെറുതെ സബ്ജക്റ്റ് വന്ന് പറഞ്ഞു തരുന്നതും അത് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു തരുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങളുടെ തലയിലേക്ക് പെട്ടെന്ന് കയറും. സോ ആ ഒരു സർവീസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ആ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്ന കോച്ചിങ് ക്ലാസ്സുകൾ ഈ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കേരളത്തിലുള്ള ഒട്ടുമിക്ക കോച്ചിങ് ക്ലാസ്സിലും സബ്ജക്ട്സ് എടുക്കുന്നത് ടീച്ചർമാർ, ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു വക്കീലുണ്ടാവും. ഇവിടെ നിങ്ങൾ ക്ലാസ് ലീഡ് ചെയ്യുന്ന എല്ലാവരും വക്കീലന്മാരാ, പ്രാക്ടീസിങ് ലോയേഴ്സ്. ഞാൻ തൃശ്ശൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അശ്വിൻ വക്കീൽ തൃശ്ശൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ വരുന്ന വർണ്ണന വക്കീല് ഇരിഞ്ഞാലക്കുട, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇനി വിജയ് വക്കീൽ എടുക്കാൻ, വിജയ് അവിടെ കോട്ടയത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല കോടതികളിൽ അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി നിന്ന് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് നോളജ് എത്തിക്കാൻ സാധിക്കും എന്നാണ്. അതാണ് ലീഗ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കൃത്യമായിട്ട് കോഴ്സ് ഡീറ്റെയിൽസും ആ കോഴ്സിന്റെ സ്റ്റഡി പ്ലാനും ഒക്കെ നിങ്ങൾക്ക് അശ്വിൻ വക്കീൽ പറഞ്ഞു തന്നു. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു എക്സാം, ഒരു പ്രവേശന പരീക്ഷയെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം, ഒരു സ്റ്റഡി പ്ലാൻ വേണം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അശ്വിൻ വക്കീൽ പറഞ്ഞു തന്നെ. ഞാൻ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. എനിക്ക് തന്ന പണി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് എന്താ ചെയ്യുക, എനിക്ക് നിങ്ങളുടെ സിലബസിനെ പറ്റി പറയാം. സിലബസ് നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാം, നമ്മുടെ കേരളത്തിലെ 4 പ്രധാനപ്പെട്ട ഗവൺമെന്റ് ലോ കോളേജുകളാണ് ഉള്ളത്. 4 ഗവൺമെന്റ് ലോ കോളേജ് ഏതൊക്കെയാ? തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം. ഓക്കെ, തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം. ഞാൻ പഠിച്ച തൃശ്ശൂർ ലോ കോളേജിലാണ്. തൃശ്ശൂർ ലോ കോളേജ് വളരെ പ്രൗഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ആസ് ഫാർ as concerned me, നമ്മുടെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് ഉള്ള തൃശ്ശൂർ ലോ കോളേജ്. കഴിഞ്ഞ വർഷം തന്നെ 5 year LLBയിൽ 1, 2 റാങ്ക് തൃശ്ശൂരാണ്. ഒരു 4 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 5 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റാങ്ക് ഹോൾഡേഴ്സ് വരുന്ന ഒരു കോളേജാണ് തൃശ്ശൂർ ലോ കോളേജ്. അതുപോലെ തന്നെ ഒരുപാട് മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർമാരും ഒക്കെ അലുമിനി ഉള്ള ഒരു കോളേജാണ്. പ്രൗഡ് കോളേജ്. ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് അലുമിനി. ഓക്കെ, അപ്പൊ തൃശ്ശൂർ ലോ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ 4 ഗവൺമെന്റ് ലോ കോളേജ് നമുക്കുള്ളത്: തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം. ഈ 4 ലോ കോളേജുകൾ 2 പ്രധാനപ്പെട്ട കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്: 5 year LLBയും 3 year LLB. ഓക്കെ, 5 year LLB എന്ന് പറയുന്നത് +2 കഴിഞ്ഞവർക്ക് മെയിനായിട്ട് +2 കഴിഞ്ഞവരാണ് മെയിനായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത് ഈ 5 year LLB. എന്ന് വെച്ച് ഡിഗ്രി കഴിഞ്ഞവർ 5 year എടുക്കുന്നവരുണ്ട്. ഓക്കെ, 5 year LLB എഴുതാൻ +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. 5 year LLB എഴുതാൻ
+2 ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിലെ ലോ കോളേജുകൾ 2 കോഴ്സുകളാണ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, 5 ഇയർ LLBയും 3 ഇയർ LLBയും. 5 ഇയർ LLB എന്ന് പറയുന്നത് +2 ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. +2 കഴിഞ്ഞ് ആർക്കും തന്നെ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. നിലവിൽ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. ഇനി പിന്നെ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് 3 ഇയർ LLB ആണ്. 3 ഇയർ LLB ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രം എഴുതാൻ പറ്റും. ഓക്കെ, 3 ഇയർ LLB ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രം എഴുതാം. 5 ഇയർ LLB +2 ആണ് അടിസ്ഥാന യോഗ്യത, അതുകൊണ്ട് ആർക്കും തന്നെ എഴുതാം. +2 കഴിഞ്ഞ ആർക്കും തന്നെ എഴുതാം. പക്ഷേ 3 ഇയർ LLB ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി 5 ഇയർ LLB എന്ന് പറയുന്ന 5 വർഷത്തെ കോഴ്സാണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി, ഡബിൾ ഡിഗ്രിയാണ്. ഓക്കെ, തൃശ്ശൂരും കോഴിക്കോടും BBA LLB ആണ്. ഓക്കെ, തൃശ്ശൂരും കോഴിക്കോടും BBA LLB ആണ്. എറണാകുളത്ത് BCom LLBയും ട്രിവാൻഡ്രത്ത് BA LLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 3 ഇയർ LLB എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി. ഓക്കെ, 3 വർഷത്തെ LLB ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ കോഴ്സുകളെ പറ്റി പറയാനുള്ളത്. ഈ 5 ഇയർ LLB നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, എത്ര സീറ്റുകളുണ്ട്, എത്ര മെറിറ്റ് ഗവൺമെന്റ് സീറ്റുകളുണ്ട്? ഗവൺമെന്റ് സീറ്റുകൾ 5 ഇയർ LLB മൊത്തം 4 ലോ കോളേജുകളിലായി 360 ഗവൺമെന്റ് സീറ്റാണുള്ളത്. 360 ഗവൺമെന്റ് സീറ്റാണ് 5 ഇയർ LLBയിലുള്ളത്. 3 ഇയർ LLBയിൽ ഗവൺമെന്റ് സീറ്റുകളായി 420 ഗവൺമെന്റ് സീറ്റുകളാണുള്ളത്. ഓക്കെ, അപ്പൊ 5 ഇയർ LLBയിൽ 4 ഗവൺമെന്റ് കോളേജുകളിലായി മൊത്തം 360 ഗവൺമെന്റ് സീറ്റും 3 ഇയർ LLBയിൽ ഗവൺമെന്റ് സീറ്റുകൾ 420 ഗവൺമെന്റ് സീറ്റുകളും ഉണ്ടാവും. അപ്പൊ 360 ആണ്. അപ്പൊ ഒരു 360, അതായത് 360 റാങ്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഗവൺമെന്റ് കിട്ടും. പിന്നെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യും, അതൊക്കെയാണ്. എന്നാലും നമ്മൾ എപ്പോഴും ടോപ്പ് എയിം ചെയ്യാം, നമ്മൾ ഫസ്റ്റ് 100ൽ എത്താൻ എയിം ചെയ്യും. ആ രീതിയിലേക്കുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. നമ്മൾ എപ്പോഴും ഫസ്റ്റ് 100ലേക്ക് എത്താൻ ശ്രമിക്കും. ഫസ്റ്റ് 100ൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ കിട്ടും. ഇഷ്ടമുള്ള കോളേജിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് കോമ്പിനേഷൻ എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പൊ എയിം ഫോർ ദ ടോപ്പ്. ആ ടോപ്പ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അടിയിലുള്ളെങ്കിൽ കിട്ടും. അപ്പൊ ഫസ്റ്റ് 100ൽ കയറാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ 360 5 ഇയർ മറ്റേ ഗവൺമെന്റ് സീറ്റുകളും 3 ഇയറിൽ 420 ഗവൺമെന്റ് സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, പിന്നെ പ്രൈവറ്റ് കോളേജുകളിൽ ഞാൻ അതൊന്നും പറയുന്നില്ല. ഐ പ്രൊമോട്ട് യു ടു ദി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നമ്മൾ കോച്ചിങ് കൊടുക്കുന്നു, നമ്മൾ ഗൈഡ് ചെയ്യുന്നു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാൻ വേണ്ടിയാണ്. ഇനി എൻട്രൻസ് എഴുതാൻ ഞാൻ പറഞ്ഞു, പ്രായപരിധി ഇല്ല. നിലവിൽ പ്രായപരിധി ഇല്ല. നിലവിൽ 3 ഇയർ LLBക്കും 5 ഇയർ LLBക്കും പ്രായപരിധി ഇല്ല. ആ എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി പെർസെന്റേജ് ഓഫ് മാർക്സ് 5 ഇയർ LLB എഴുതാൻ വേണ്ടി നമുക്ക് 45% മാർക്കുകളാണ് വേണ്ടത്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ +2ൽ 45% മാർക്കോടെ പാസ്സായിരിക്കണം. 45%. ഓക്കെ, +2, അതായത് 5 ഇയർ LLBയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്, 5 ഇയർ LLBയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. 5 ഇയർ LLB എഴുതാൻ +2 പാസ്സായാൽ മതി. +2ൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 45%. ഇനി SEBC കാറ്റഗറി, അതൊരു കാറ്റഗറി. SEBC കാറ്റഗറി എന്ന് പറഞ്ഞാൽ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്. SEBCയിലാണ് നമ്മുടെ മുസ്ലിംസ്, ഈഴവ, വിശ്വകർമ്മ, അങ്ങനെ ലാറ്റിൻ കത്തോലിക്ക, അങ്ങനത്തെ ഉള്ള ഒരുപാട് കാറ്റഗറീസ് വരുന്നത് SEBC കാറ്റഗറിയിലാണ്. ഈ SEBC കാറ്റഗറിക്ക് 42% മാർക്ക് മതി +2ൽ. ഓക്കെ, ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40% മാർക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് 5 ഇയർ LLB എഴുതാൻ +2 ആണ് ക്വാളിഫിക്കേഷൻ. +2ൽ ജനറൽ കാറ്റഗറി ആണ് 45%. SEBC കാറ്റഗറി ആണ്, SEBC കാറ്റഗറി OBC കാറ്റഗറികൾ, ഈഴവ, മുസ്ലിം, ലാറ്റിൻ കത്തോലിക്ക, വിശ്വകർമ്മ, അങ്ങനത്തെ കമ്മ്യൂണിറ്റി 42%. SC/ST കാറ്റഗറി സ്റ്റുഡൻസ് 40% മാർക്കും മതി. ഇനി 3 ഇയർ LLBക്ക് വരുമ്പോഴും സെയിം ഇതാണ്. ഓക്കെ, 3 ഇയർ LLBയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 45% ഡിഗ്രി പാസ്സായിരിക്കണം. ഓക്കെ, 3 ഇയർ LLB എൻട്രൻസ് എഴുതാൻ വേണ്ടി ജനറൽ കാറ്റഗറി ആണെങ്കിൽ 45% ഡിഗ്രി പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി SEBC കാറ്റഗറി ആണെങ്കിൽ ഡിഗ്രിയിൽ 42% മതി. SC/ST കാറ്റഗറി ആണെങ്കിൽ ഡിഗ്രിയിൽ 40% മതി. 40% മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പെർസെന്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത്. പിന്നെ SEBC കാറ്റഗറിയിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ലാറ്റിൻ കത്തോലിക്ക, അതുപോലെ തന്നെ കൊസവോ, അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഒക്കെയാണ്. അതായത് നമ്മുടെ നോൺ ക്രിമി ലെയറിൽ വരുന്ന കമ്മ്യൂണിറ്റീസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്ത് പറയുന്നത്. അപ്പൊ ഞാൻ സീറ്റുകളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അപ്പോ 3 ഇയർ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഏജ് ലിമിറ്റ് ഇല്ല. 3 ഇയർ LLBക്കും 5 ഇയർ LLB ഒരേ ഒറ്റ എൻട്രൻസ് ആണ് നടത്തുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അഡ്മിഷൻ നടത്തുമെങ്കിലും ഇവർ രണ്ടുപേരും ഒരേ എൻട്രൻസ് തന്നെ എഴുതി. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സബ്ജക്റ്റുകളാണ് പഠിക്കാനും.
ഓക്കെ, ഇനി നമുക്ക് ആ സബ്ജക്ട്സിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ 3 ഇയർ LLB 5 ഇയർ LLB ഒരേ സിലബസ് എന്താ പറയാ എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ സിലബസിലേക്ക് നമുക്ക് തുപ്പാം. എന്തൊക്കെ സബ്ജക്റ്റുകളാണ് ചോദിക്കുന്നത്? ഫസ്റ്റ് വരുന്നത് നമ്മുടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് 70 ചോദ്യങ്ങളാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തുള്ളത്. ഓക്കെ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് 70 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത്, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട് വെച്ചാൽ നമ്മൾ ഇത് ഫർദർ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗൈഡൻസ് ആയിട്ട് ഇവിടുന്ന് അഡ്വോക്ക് ലീഗത്തിൽ നമുക്ക് തരും. നമ്മൾ 70 ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ സബ്ജക്റ്റുകൾ അത് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. അത് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നമ്മൾ ഇവിടെ തരും. ഏതൊക്കെ സബ്ജക്റ്റുകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇവിടുന്ന് പറയും ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്തതിനുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും. ലീഗൽ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ നമുക്ക് കുറച്ച് ട്രിക്ക് ആൻഡ് കുറച്ച് ബേസ് ഉണ്ട്. ചില ഭാഗങ്ങൾ കുറച്ച് സ്ട്രെസ് കൊടുക്കുക, ചില സബ്ജക്ട്സ് നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുക്കുക. അങ്ങനെ സബ്ജക്ട് സ്ട്രെസ് കൊടുക്കുക. നമുക്ക് ലീഗലിലെ 70 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്. 210 മാർക്ക് നമ്മുടെ ലീഗൽ ഭാഗത്ത് വരുന്നു. ആ സുഖമായിട്ട് നമുക്ക് ആ 210 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ 200 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത് വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഗത്ത് 60 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് ഭാഗത്ത് വരുന്നത്. ഓക്കെ, 60 ചോദ്യം ഇംഗ്ലീഷ് അതിനെപ്പറ്റി സോന വക്കീല് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. ഇനിയും പിന്നെ വരുന്നത് 45 ക്വസ്റ്റ്യൻസ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, 45 ക്വസ്റ്റ്യൻസ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. അത് ഇവിടെ വിജയ് വക്കീൽ പറയാം, അതിനെപ്പറ്റിയും ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, ഇനി പിന്നീട് വരുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഞാൻ മേൽപ്പറഞ്ഞ 3 സബ്ജക്ട് വായിച്ചു പഠിച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ മാത്സ് ഈ 25 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മാത്സും റീസണിങ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഇരുന്ന് കുത്തിപ്പിടിച്ച് ചെയ്ത് തന്നെ പഠിക്കണം. അതുകൊണ്ട് എന്താ പലരും അത് പഠിക്കില്ല. അതുകൊണ്ട് എന്താ ഒരു 75 മാർക്കാണ് അവിടെ ഉള്ളത്, അതങ്ങ് നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ നമ്മൾ സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രാറ്റജീസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മാത്സ് നിങ്ങളെ കൃത്യമായിട്ട് എത്തിക്കുക. ആ 75 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാക്കാനാണ്. ഓക്കെ, ഇവിടെ നമ്മളെ ക്ലാസ് ലീഡ് ചെയ്യണം. നമ്മൾ ലീഡ് ട്യൂട്ടർ അശ്വിൻ വക്കീൽ എന്ന് പറയുന്നത് MSc മാത്തമാറ്റിക്സ് ആണ്. ഇവിടെ PSCക്ക് വേണ്ടി മാത്സ് എടുക്കുന്ന ആളാണ്. ആളെ അത്രയും വിധം എനിക്ക് തോന്നുന്ന വേറെ ഒരാൾക്ക് നിങ്ങൾക്ക് ലീഗൽ റീസണിങ്ങും മറ്റേ ലീഗൽ അരിത്തമെറ്റിക്കും അതുപോലെ ലോജിക്കൽ റീസണിങ്ങും പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഹി വിൽ ഗിവ് എ ബ്രീഫ് ആൻഡ് ബെസ്റ്റ് ക്ലാസ് ടു യു. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ 25 അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ നമ്മുടെ അപ്പൊ 70 ക്വസ്റ്റ്യൻസ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, 60 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, 45 GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, 25 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിങ്. അങ്ങനെ മൊത്തം 200 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് നമുക്കുള്ളത്. അപ്പൊ ടോട്ടൽ 600ലാണ് നമ്മൾ ടോട്ടൽ വരുന്നത്. പിന്നെ വേറൊരു മെയിൻ കാര്യം, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാം ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ -1. ഓക്കെ, ഇങ്ങനത്തെ ഉള്ള വലിയ എൻട്രൻസ് എക്സാമുകളിൽ നമ്മുടെ നെഗറ്റീവ് മാർക്കാണ് സത്യം പറഞ്ഞ എന്ത് പറയുന്നത് നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, നെഗറ്റീവ് മാർക്കാണ് നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന്റെ നെഗറ്റീവ് മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ ഗൈഡൻസ് ആയിട്ട് തരും. ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ബ്രീഫ് ആയിട്ടുള്ള സ്റ്റഡി പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ ഞാൻ ഈ സ്റ്റഡി പാറ്റേണിൽ കൃത്യമായിട്ട് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നിയിട്ടുള്ളത് സൺഡേ നമ്മൾ വെക്കുന്ന ഒരു ഇന്ററാക്ഷൻ ആണ്. ഒരു ക്വാളിറ്റി കൺട്രോൾ മീറ്റിംഗ്, നമ്മൾ വലിയ കോർപ്പറേറ്റ് കമ്പനീസ് പറഞ്ഞ ഒരു ക്വാളിറ്റി കൺട്രോൾ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് എല്ലാ സൺഡേസിലും നമ്മൾ ഇരുന്ന് നിങ്ങളെ അനലൈസ് ചെയ്യണം, നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്ത് കൃത്യമായിട്ട് ഒരു 1-to-1 പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ്സുകളിലാണ് ഷോർട്ട് കമ്മിങ്സ് ഉള്ളത്, നിങ്ങളുടെ സ്റ്റഡീസ് ഏത് രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളിലേക്ക് എത്തിക്കുക, ഞങ്ങൾക്ക് അതിന് വേണ്ട അസിസ്റ്റൻസ്. അത് നമ്മൾ എല്ലാ സൺഡേസും നമ്മളൊരു മീറ്റിംഗ്, നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്ന ഒരു PTA മീറ്റിംഗ് പോലെ നമ്മൾ എല്ലാ സൺഡേസും നമ്മളൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യും. കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, ഇപ്പൊ നമ്മൾ വക്കീലന്മാരാണ്, ഞങ്ങളുടെ മെയിൻ പണി എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ഇല്ലേ. അനുദിനം ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നിലേ വരുന്ന കക്ഷിയുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുക എന്നുള്ളത് ഒരു വക്കീൽ എന്ന രീതിക്ക് എൻ്റെ. അതുകൊണ്ട് പ്രോബ്ലം സോൾവിങ് തന്നെയാണ് അവിടെയും ഇവിടെയും. അപ്പൊ എല്ലാ സൺഡേസും നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ സ്റ്റഡിയുടെ ഒരു സ്ട്രാറ്റജി, നിങ്ങളുടെ സ്റ്റഡിയുടെ ഒരു ഗ്രാഫ് അളക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സീറ്റുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു, സിലബസ് പറഞ്ഞു, ഏജ് റെസ്ട്രിക്ഷൻ പറഞ്ഞു, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ചേട്ടാ 600ൽ എത്ര മാർക്ക് വേണം ഗവൺമെന്റിലെ കിട്ടാൻ വേണ്ടി? 600ൽ എത്ര? 600ആണ് ടോട്ടൽ എന്ന് പറഞ്ഞു, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. 600ൽ എത്ര വേണ്ടി വരും ഒരു ഗവൺമെന്റ് കോളേജിൽ കയറാൻ വേണ്ടി? അതൊരു എന്താ പറയാ, ഒരു മാറ്റേഴ്സ് ഓൺ ദ എക്സാം.
ഓരോ എക്സാമിന്റെ ഒരു ഘടന അനുസരിച്ച് ഇപ്പോ ഒരു വർഷം എക്സാം ഭയങ്കര ടഫ് ആവുകയാണെങ്കിൽ അതിന്റെ കട്ട് ഓഫ് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? കുറയും. എക്സാം ഈസി ആവുമെങ്കിൽ കട്ട് ഓഫ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് കൂടും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സാം ഓൺ ഈച്ച് ഇയർ. ബട്ട് ഐ ക്യാൻ സേ എനി സ്കോർ എബവ് 350 വിൽ ബി എ സേഫ് സോൺ സ്കോർ. 350ക്ക് എബവ് ഉള്ള എന്തൊരു സ്കോറും ഒരു സേഫ് സോൺ സ്കോറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇഷ്ടമുള്ള ഒരു 350 എബവ് എന്ന് പറയുന്നത് സേഫ് സോൺ സ്കോറാണ്. ഓക്കെ, അപ്പൊ 350 എബവ് സ്കോർ ചെയ്യാൻ നിങ്ങൾ എത്ര കറക്റ്റ് ആൻസർ വരുത്തണം? നിങ്ങൾ 100 എണ്ണം ശരിയാക്കിയാൽ 300. അതിൽ നിന്നൊരു 20 എണ്ണം, ഒരു 120 എണ്ണം കറക്റ്റ് ആക്കി എത്രയായി? 360. കേട്ടോ, അപ്പൊ ഒരു 200-ല് ഒരു 120 ടു ഒരു 130 കറക്റ്റ് ആൻസർ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങളൊരു ഗവൺമെന്റ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ നിങ്ങൾ കയറും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി. ആ ഒരു 120 തൊട്ട് 130 അല്ലെങ്കിൽ 120 തൊട്ട് 140 എന്താ പറയാ വരെയുള്ള കറക്റ്റ് ആൻസേഴ്സ്, അതാണ് നിങ്ങളുടെ എയിം. ഇവിടെ ഞാൻ പറയുന്നു, ഇതൊരു ഫിക്സഡ് ഗ്രാഫ് അല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സാമിന്റെ ടഫ്നെസ്സിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ എക്സാം ഞാൻ പറഞ്ഞില്ലേ, എക്സാം കുറച്ച് ഈസി, കുറച്ച് നല്ല എളുപ്പമുള്ള എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് അങ്ങനെ കയറും. എക്സാം നല്ല ടഫ് ആണെങ്കിൽ കട്ട് ഓഫ് എടുക്കും. അപ്പോ പക്ഷെ ഞാൻ പറയുന്നു, എനിത്തിങ് അബവ് 120 കറക്റ്റ് ആൻസർ, 120 കറക്റ്റ് ആൻസറിന് മേളിലുള്ള, അതായത് 350ക്ക് മേളിലെ സ്കോറുള്ള എക്സാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് മെറിറ്റില് ഗവൺമെന്റ് കോളേജ്, 4 ഗവൺമെന്റ് കോളേജുകൾ, പ്രസ്റ്റീജിയസ് ആയ 4 ഗവൺമെന്റ് കോളേജസ് ആണ് കേരളത്തിലുള്ളത്. എറണാകുളം, ട്രിവാൻഡ്രം, കോഴിക്കോട്, തൃശ്ശൂര്. ഇതില് എല്ലാ കോളേജും ഒന്നിലൊന്നും മികച്ച കോളേജുകളാണ്. അതിൽ ഒന്നും പറഞ്ഞ, ഞാൻ പഠിച്ച തൃശ്ശൂർ ലോ കോളേജ് വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പറ്റീറ്റീവ് കോളേജസ് ഇൻ കേരള. ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഉള്ള ഒരു കോളേജാണ്. ഏറ്റവും ബെസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉള്ള കോളേജാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാർ വരുന്ന കോളേജാണ്. ഏറ്റവും കൂടുതൽ പ്രോസിക്യൂട്ടർമാർക്ക് ഒരു ലാവിഷായ, ഒരു പോഷ് ആയിട്ടുള്ള അലുമിനി ഉള്ള ഒരു കോളേജാണ്. അത്രയും പ്രൗഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങി എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ കാണുന്ന എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാ, അഡ്വോക്കിന്റെ കോഴ്സ് ഞാൻ ഇനി ക്ലാസ് എടുക്കാൻ വരുമ്പോൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ എന്റെ എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് എനിക്ക് തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തിട്ട് ഒരു സംശയം വേണ്ട. ഐ ഹാവ് ബിൻ ഗൈഡിങ് സ്റ്റുഡൻസ് ഫോർ ദ ലാസ്റ്റ് 6 years. എനിക്ക് പറ്റാവുന്ന എന്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ഒരു സംശയം വേണ്ട. അതിപ്പോ ക്ലാസ് ആയിക്കോട്ടെ, എന്റെ അപ്രോച്ച് ആയിക്കോട്ടെ, എനിക്ക് തരാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ തരും. അപ്പൊ ഒരു ഡൗട്ടും വേണ്ട. സോ ഐ എക്സ്പെക്ട് ഓൾ ഓഫ് ദം. എല്ലാവരെയും ഈ ക്ലാസ്സിന് ഞാൻ വെൽക്കം ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഈ കോഴ്സിന്റെ ഭാഗമാവണം. നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ എന്റെ എല്ലാവിധ ഹെൽപ്പും ഉണ്ടാവും. വൺ തിങ് ഐ സേ, അതോടെ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് എന്താ പറയാ വലിയ വലിയ ബുദ്ധിയോ അല്ലെങ്കിൽ സ്കില്ലോ അല്ല. it is about all about strategy, consistency and hard work. Remember these words: strategy, consistency and hard work. Okay, അപ്പൊ താങ്ക് യു ഓൾ. നമുക്ക് അടുത്തത് നമ്മുടെ എബി വക്കീലെ ക്ലാസ് ലീഡ് ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ എബി വക്കീൽ പറയും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഹരി സർ. അപ്പൊ ഹരി വക്കീലിന്റെ ക്ലാസ് വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു അല്ലെ? അപ്പോ ഇതില് ജോയിൻ ചെയ്തേക്കണ കുട്ടികൾക്ക് എന്തായാലും ഇതൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ അഡ്വക്കേറ്റ് എബി ജോബി ടു ഹാൻഡിൽ ദ നെക്സ്റ്റ് സെഷൻ. എബി. യെസ്, ഐ ഹോപ്പ് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? സോ താങ്ക് യു അഡ്വക്കേറ്റ് വർണ്ണന ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ ആൻഡ് ആസ് വെൽ ആസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഇന്ന് പഠിക്കാനുള്ള ഒരു തീ കയറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു LLB എൻട്രൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു അക്കാഡമിക്കൽ ബ്രില്യൻസ് എന്താണ് എന്നതിനെ പറ്റി ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു ബ്രീഫ് ആയുള്ള ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ക്യാരി ഓൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന സബ്ജക്ട് ലീഗൽ റീസണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടും ഒരു ബ്രീഫ് ഐഡിയ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പൊ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ +2 വരെ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, CBSE സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്പൂൺ ഫീഡിംഗ് ആണ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെ? നമുക്കെല്ലാം ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മള് ഒരു എഫേർട്ട് എടുത്തെങ്കിൽ അവരെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും എന്റെ കൂട്ടുകാരും കൂടെ എൻട്രൻസ് എക്സാം എഴുതി ഇവിടെ എനിക്കിവിടെ സീറ്റ് കിട്ടി. കൂട്ടുകാരൻ സ്പോട്ട് അഡ്മിഷനിൽ സീറ്റ് കിട്ടിയായിരുന്നു. ബട്ട് ഞങ്ങളോട് ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ അടുത്തും വീട്ടുകാർ ചോദിച്ച കാര്യം, അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ CBSE സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ്. അവരോടും ചോദിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പൊ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, നിനക്ക് ഇവിടെ പഠിക്കണോ എന്നുള്ളൊരു ചോദ്യം
കുട്ടിയാണ്, ഗവൺമെന്റ് കോളേജ് കിട്ടി കഷ്ടപ്പെട്ടിട്ട്, ഇവിടെ തന്നെ നിനക്ക് പഠിക്കണം എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. സോ എന്റെ ഫ്രണ്ടിന് കുറച്ചും കൂടി പ്രൈവറ്റ് കോളേജ് ലൈഫാണ് കുറച്ചും കൂടി താല്പര്യം എന്നുള്ളൊരു കാരണം കൊണ്ടും, അതുപോലെ തന്നെ ഒരു മിസ്കൺസെപ്ഷൻ അതിനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ പറഞ്ഞുകൊടുക്കുന്നത്. മിസ്കൺസെപ്ഷൻ അവിടുന്ന് ഗവൺമെന്റ് ലോ കോളേജ് അതിനെ പറ്റി പറയാനാണ്. സോ എന്റെ വീട്ടുകാരങ്ങനെ ചോദിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരുടെ വീട്ടുകാരങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അക്കാഡമിക്കൽ ബ്രില്യൻസ് ഇല്ല, വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് അവിടെ, അല്ലെ? അങ്ങനെ ആരും നിർബന്ധിച്ച് പഠിപ്പിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളൊരു പേടി കാരണം കൊണ്ടാണ് വീട്ടുകാർ ചോദിച്ചത്. ബട്ട് ഞാൻ അന്ന് തീരുമാനിച്ചത് ഈ ഗവൺമെന്റ് കോളേജ് പഠിക്കണം, കാരണം ഇത്ര കഷ്ടപ്പെട്ട് എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടിയത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ലോ കോളേജിൽ തന്നെ പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് തൃശ്ശൂർ കയറിയത്. അതേസമയം എന്റെ ഒരു കൂട്ടുകാരൻ, എന്റെ അപ്പുറത്തുള്ള കൂട്ടുകാരൻ, അവന് കിട്ടിയെങ്കിലും അവന്റെ വീട്ടുകാരിങ്ങനെ ചോദിച്ചപ്പോൾ അവൻ പ്രൈവറ്റ് കോളേജിൽ പഠിച്ചു. പിന്നീട് 5 വർഷത്തിന് ശേഷം ഞാൻ എന്റെ കോളേജിലുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ കൂട്ടുകാരുടെ കോളേജിൽ എക്സ്പീരിയൻസും അങ്ങോട്ടും കൂടി ഷെയർ ചെയ്തപ്പോൾ അവന് തീരാ നഷ്ടമായിട്ടാണ് തോന്നിയത്. എങ്ങനെയെങ്കിലും ഗവൺമെന്റ് ലോ കോളേജിൽ കയറിയാൽ മതി എന്നുള്ള പോലെയായിരുന്നു. അപ്പൊ നമ്മുടെ ലോ കോളേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, there is a balance, there's a perfect and beautiful balance between academics and non-academics. അവിടെ പഠിക്കാനും പറ്റും, പഠിക്കാതിരിക്കാനും പറ്റും. ആരും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരില്ല. ബട്ട് മാർക്ക് മൈ വേർഡ്സ്, കേരളത്തില് ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ കേരള റിഗാർഡിംഗ് ലോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുള്ളത് ഈ 4 ലോ കോളേജസിൽ മാത്രമാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇൻ ലോ ഇൻ കേരള നമ്മുടെ ലോ കോളേജിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ 5 ഇയർ LLB ആണ് പഠിച്ചത്. 5 ഇയർ LLB പഠിക്കുമ്പോൾ നമുക്ക് ഓരോ കൊല്ലവും ഇന്റേൺഷിപ്സ് ചെയ്യാനുള്ള ആവശ്യകതയുണ്ട്. സോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഹൈക്കോർട്ടിൽ, അപ്പോൾ ഇപ്പൊ ഇന്റേൺഷിപ്പ് സീസൺ ആണ്, ഞങ്ങളുടെ കുറെ ജൂനിയേഴ്സ് ഒക്കെ ഇപ്പൊ സുപ്രീം കോർട്ടിലും അതുപോലെ തന്നെ പല രീതിയിലുള്ള ലോ ഫേംസിലും ചെന്നൈയിലും ബോംബെയിലൊക്കെ ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ 4th ഇയറിൽ ഒരു ഹൈക്കോർട്ട് വക്കീലിന്റെ കൂടെ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ അവിടെ മറ്റ് ലോ സ്കൂൾസിൽ, നാഷണൽ ലോ സ്കൂൾസിലും മറ്റ് പ്രൈവറ്റ് ലോ സ്കൂൾസിലും പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നിരുന്നു. സോ ദ കീ ഡിഫറൻസ് ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ്, എനിക്ക് മനസ്സിലായ ഒരു കീ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ബുക്ക് സ്മാർട്ട് ആൻഡ് സ്ട്രീറ്റ് സ്മാർട്ട്. ബുക്ക് സ്മാർട്ട് എന്ന് പറയുന്നത് നമുക്ക് പുസ്തകത്തിലുള്ള കാര്യം അങ്ങനെ തന്നെ വായിലോട്ട് വിഴുങ്ങി വെക്കുക, അത് മനസ്സിലെടുത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന്റെ പ്രാക്ടിക്കാലിറ്റി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടില്ല. ബട്ട് സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അത് പഠിക്കും, അതുപോലെ തന്നെ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരും. അപ്പൊ ആ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ വിൽ സേ ദാറ്റ് ഗവൺമെന്റ് ലോ കോളേജസ് ആർ ദി ഓൺലി ഓപ്ഷൻ. ഞാൻ ഒരു CBSE സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര നൈവ് ആയിരുന്നു. ദാറ്റ് ഇസ് ഐ ബിലീവ് എവറിത്തിങ്. ഞാൻ എല്ലാവരും ഭയങ്കര നൈവ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. അതിൽ നിന്നും ഇത്രയധികം ഐ ഹവ് ഗ്രോൺ വെരി മച്ച്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് കിട്ടിയത് തന്നെ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയാണ്, അവിടെ പഠിപ്പിക്കില്ല, നല്ല രീതിയിലുള്ള ഫാക്കൽറ്റീസ് ഇല്ല എന്നുള്ള മിസ്കൺസെപ്ഷൻ മാറിയിട്ട് അവിടെയുള്ള അക്കാഡമിക്കലി ബ്രില്യന്റ് ആവാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഞാൻ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ്, നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഡൗട്ടും ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റും ആയിക്കോട്ടെ അതിലെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഫാക്കൽറ്റീസ് മാത്രമാണ് ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ടീച്ചേഴ്സ് മാത്രമാണ് ഗവൺമെന്റ് കോളേജിലുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഏത് ഫീൽഡിലുള്ള ലോയിലേക്ക് പോകാനാണെങ്കിൽ കൂടി, അത് സൈബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോയാണ്, അതിൽ ഡോക്ടറേറ്റ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഏതൊരു ഫീൽഡും ആയിക്കോട്ടെ അതിൽ പ്രഗത്ഭരായിട്ടുള്ള രീതിയിലുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ആണ് ഗവൺമെന്റ് ലോ കോളേജിലുള്ളത്. നൗ കമ്മിങ് ടു ദ ലൈബ്രറി റിസോഴ്സസ്. ലൈബ്രറി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ബുക്സും ജേർണൽസും എല്ലാം അവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ ലൈബ്രറി ഫെസിലിറ്റി. ഗവൺമെന്റ് ലോ കോളേജിൽ ഡിജിറ്റൽ ലൈബ്രറി ഫെസിലിറ്റി നമ്മൾ കോളേജിൽ കയറി കഴിയുമ്പോൾ തന്നെ, നമ്മൾ കയറി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ നമുക്ക് ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഈ ലൈബ്രറി ആക്സസ് എന്ന് പറയുന്ന സംഭവം തരും. അതിൽ നമുക്ക് ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഡിജിറ്റൽ ജേർണൽസ് ആയിട്ടുള്ള SCC ഓൺലൈൻ, ജസ്റ്റർ, മനുപത്ര, അത്തരത്തിലുള്ള പല രീതിയിലുള്ള ഡിജിറ്റൽ ജേർണൽസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഈ ജേർണൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനിങ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എക്സ്പോഷർ തരുന്നുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഇയറിലൊക്കെ കയറിയപ്പോൾ എനിക്ക് അതിന്റെ പ്രാധാന്യം എന്താണെന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇത് വെച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഈ ജേർണൽ വെച്ച് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് സീനിയേഴ്സിനോടൊക്കെ സംസാരിച്ചാണ് മനസ്സിലായത് വാട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് ഇറ്റ് എന്നുള്ളത്. അപ്പൊ ഇതിൽ ഞാനൊരു പേര് പറഞ്ഞു, SCC ഓൺലൈൻ. അത് ഞാൻ പിന്നീട് പഠിച്ചു വന്നു. പിന്നീട് ആ കാര്യം ഇങ്ങനെ അതിലിപ്പോ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണലി ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കേസ് ലോസ്, അത് 1800
കമ്മ്യൂണിറ്റികൾ തുടങ്ങി ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിലുള്ള ഏതൊരു കേസോ ആയാലും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SEC ഓൺലൈനിൽ കിട്ടും. ഞാനിത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്റെ സബ്സ്ക്രിപ്ഷൻ പോയി. കാരണം ആസ് ലോങ് ആസ് വി ആർ സ്റ്റുഡൻസ് ഓഫ് ഗവൺമെന്റ് ലോ കോളേജ് മാത്രമാണ് നമുക്ക് ആ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുകയുള്ളൂ ഫ്രീ ആയിട്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസിന് ഇറങ്ങിയ സമയത്ത് SEC ഓൺലൈൻ ഒന്ന് പർച്ചേസ് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ ഇയർലി സബ്സ്ക്രിപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 37,000 രൂപയാണ്. 37,000 രൂപ പെർ ഇയർ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജേണൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ലോ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഗവൺമെന്റ് ലോ കോളേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പൊ ഈ SEC ഓൺലൈനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഹൈക്കോടതിയിലുള്ള വളരെയധികം പേയ്മെന്റ് കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെയധികം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ലോയേഴ്സിന് മാത്രം കിട്ടി വരുന്ന ഡിജിറ്റൽ ലൈബ്രറി ഫെസിലിറ്റി ഗവൺമെന്റ് ലോ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഞാനൊരു ലോ സ്കൂളിൽ പോയാലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലോ സ്കൂളിൽ പഠിക്കാൻ പോയാലോ ഈ ഫെസിലിറ്റി എനിക്ക് കിട്ടില്ല എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് മറ്റേതൊരു പ്രൈവറ്റ് ലോ സ്കൂളിൽ പോയാലും നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടുകയില്ല. അത് ഗവൺമെന്റ് ലോ കോളേജിൽ മാത്രം കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ്. സോ അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അക്കാഡമിക്കൽ പ്ലസ് പോയിന്റ്. നമ്മളൊരു ഗവൺമെന്റ് ലോ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, അത് അക്കാഡമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് അത് മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത ഒരു അക്കാഡമിക്കൽ എക്സ്പോഷർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ നടക്കുന്ന മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻസ്, ഇപ്പൊ മൂട്ട് കോർട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്? എന്താണ് മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇറ്റ് ഇസ് ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുന്നത്. സോ ഒരു മോക്ക് കോർട്ട് സെഷൻ, അതായത് നമുക്കൊരു ഫിക്ഷണൽ കേസ് തന്നിട്ട് ആ കേസിന്റെ പുറത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ മെമ്മോറിയൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് ആർഗ്യുമെന്റ് ചെയ്യുക. റിയൽ ലൈഫ് കോർട്ട് പോലെ തന്നെ ജഡ്ജസ് ഒക്കെ ഇരുന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ. ലാസ്റ്റ് ഇയർ മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ നടന്നപ്പോൾ ഹൈക്കോടതിയുള്ള ജഡ്ജസ് ആണ് ഫൈനൽ റൗണ്ടിന് ജഡ്ജസ് ആയിട്ട് വന്നിരുന്നത്. സോ ഈ ഒരു കോമ്പറ്റീഷനിൽ ഏകദേശം 36 ടീംസ് രജിസ്റ്റർ ചെയ്തു ഓൾ ഓവർ ഇന്ത്യ. അതിൽ സിംബയോസിസ് പോലുള്ള 2 സിംബയോസിസ് കോളേജിലുള്ള സ്റ്റുഡൻസ് വന്നിരുന്നു. അപ്പൊ അവരൊക്കെ വന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവൺമെന്റ് ലോ കോളേജിലെ മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ ആണ് അവർ ലൈഫിൽ അറ്റൻഡ് ചെയ്തുള്ള ഏറ്റവും ബെസ്റ്റ് മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവര് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു അവർ പഠിച്ച കോളേജിൽ അല്ലെങ്കിൽ മറ്റു കോളേജിൽ പോയിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് ആൾക്കാരുടെ ഇടയിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ, അത് ഗവൺമെന്റ് ലോ കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുകയില്ല എന്നുള്ള മിസ്കൺസെപ്ഷൻ, അത് വെറുതെയാണ്. യു ഗെറ്റ് ദ എക്സ്പീരിയൻസ് വിത്ത് ഇറ്റ്. അതായത് നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ അഡ്വക്കേറ്റ് ഹരെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കിൽ നിന്നുള്ള അറിവ് മാത്രമല്ല അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന ഒരു ഐഡിയ കൂടി തരുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എൻറ്റർ ഇൻ ടു ഗവൺമെന്റ് ലോ കോളേജ്. ഗവൺമെന്റ് ലോ കോളേജിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണത്. അതുപോലെ തന്നെ ലോ ഫെസ്റ്റുകൾ നടക്കുന്ന കോളേജസ്, വളരെയധികം പ്രഗത്ഭമായിട്ടുള്ള ലോ ഫെസ്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് ലോ ഫെസ്റ്റ് എന്ന് പറയുന്നത് പേപ്പർ പ്രസന്റേഷൻ, സെമിനാർസ്, ഡിബേറ്റ്സ്, നമ്മുടെ അഭിഭാഷകനാവാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള ഇവന്റ്സ് നടക്കുന്നതൊക്കെ ഗവൺമെന്റ് ലോ കോളേജിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ ഞങ്ങളെല്ലാവരും മൂട്ട് സൊസൈറ്റിയിലുള്ള ആൾക്കാരായിരുന്നു. ഗവൺമെന്റ് ലോ കോളേജിൽ മൂട്ട് കോർട്ട് കോമ്പറ്റീഷന് പോകുന്ന വിദ്യാർത്ഥികളെ മൂട്ട് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആക്കും. അപ്പോൾ മൂട്ട് സൊസൈറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ പുറത്തുള്ള കോളേജുകൾക്കൊക്കെ നമ്മൾ മത്സരിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ എങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നതിനെ പറ്റി ട്രെയിനിങ് തരുന്ന ഒരു സൊസൈറ്റിയാണ്, എക്സ്ക്ലൂസീവ് സൊസൈറ്റിയാണ് മൂട്ട് കോർട്ട് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ കോളേജിൽ ഒരു പ്ലസ് പോയിന്റ്, ഈ ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ പുറത്തുള്ള മൂട്ട് കോർട്ട് കോമ്പറ്റീഷന് പോകുമ്പോൾ അതിനുള്ള ഫണ്ടിങ് കൂടി ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് മറ്റ് ഒരു പ്രൈവറ്റ് ലോ കോളേജിലോ അല്ലെങ്കിൽ നാഷണൽ ലോ സ്കൂളിലോ കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ്. ദാറ്റ് ഇസ് ദ കോളേജ് ഇറ്റ്സെൽഫ് ഫണ്ടസ്, നമുക്ക് ഫണ്ട് തരും, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലും ഫണ്ട് തന്ന് നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യും. സോ ഇത് മാത്രമല്ല, മറ്റേതൊരു അക്കാഡമിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിന് വേണ്ടുന്ന ഫണ്ട് എല്ലാം ഗവൺമെന്റ് ലോ കോളേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജിൽ മാത്രമാണ്. മറ്റേതൊരു പ്രൈവറ്റ് ലോ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റേതൊരു നാഷണൽ ലോ സ്കൂളിൽ പോയാലോ നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. സോ ഞാൻ ആദ്യം വിചാരിച്ചു നാഷണൽ ലോ സ്കൂളിലൊക്കെ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാവുന്നതാണ്. ബട്ട് ആ നാഷണൽ മൂട്ട് കോർട്ട് കോമ്പറ്റീഷന് വിദ്യാർത്ഥികളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരോട് ചോദിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത് അവർക്കൊന്നും അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. ദാറ്റ് ഈസ് ആക്ച്വലി ബ്ലെസ്സിങ്. ഗവൺമെന്റ് ലോ കോളേജിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു ബ്ലെസ്സിങ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. സോ അതാണ് അക്കാഡമിക്കൽ കൺസെപ്റ്റ്. അല്ലെങ്കിൽ അക്കാഡമിക്കൽ ആയിട്ട് ഗവൺമെന്റ് ലോ കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസോഴ്സസ് എവിടെയാണെന്നുള്ള ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എ ഡൗട്ട് ഞാൻ പറയും ഗവൺമെന്റ് ലോ കോളേജിൽ മാത്രമാണ് എല്ലാ രീതിയിലുള്ള അക്കാഡമിക്കൽ റിസോഴ്സ് ഉള്ളത്. ബി ദ ഫാക്കൽറ്റീസ് ഓർ ബി ദി റിസോഴ്സ് ദാറ്റ് യു നീഡ് ടു സ്റ്റഡി, എല്ലാം കിട്ടുന്നത് ഗവൺമെന്റ് ലോ കോളേജിൽ മാത്രമാണെന്ന് ഞാൻ എടുത്തു പറയാണ്. ഇനി കമ്മിങ് ടു മൈ പോയിന്റ്, ദാറ്റ് ഈസ് ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്ട് ലീഗൽ റീസണിങ് എന്ന് പറഞ്ഞിട്ടാണ്. ലീഗൽ റീസണിങ്
അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ബേസിക് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ തരും. അതൊരു കഥയായിരിക്കാം, വലിയൊരു പാരഗ്രാഫ് ആയിരിക്കാം. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ. ആ സിറ്റുവേഷന്റെ ബേസിസിൽ ഒരു ലീഗൽ പ്രിൻസിപ്പിൾ തരും, ഒരു ലോ തരും. ആ ലോ ആ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ അതിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, ആ ഒരു നമുക്ക് തന്നുള്ള ഫിക്ഷണൽ സിറ്റുവേഷനിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്യൂ വന്നിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ എങ്ങനെ ഒരു റാഷണൽ ആയിട്ടുള്ള ലോഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം എന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ റീസണിങ്. സോ ഇത് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ലോ പഠിക്കുമ്പോൾ നമ്മൾ 5 വർഷം, ഞാൻ 5 വർഷം ലോ പഠിച്ചിട്ട് ലോകത്തുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓബ്വിയസ്ലി യു നോ ദാറ്റ്, അല്ലെ? അത്ര പേർക്ക് നിയമങ്ങളുണ്ട്. ബട്ട് ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഒരു ലോയറിന് അല്ലെങ്കിൽ ലോ സ്റ്റുഡന്റിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ഹൗ ടു ഇന്റർപ്രറ്റ് എ ലോ. എങ്ങനെയാണ് ഒരു നിയമം വായിച്ചിട്ട് അത് അതിന്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക. അതിനെയാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെ? സോ ഇന്റർപ്രിട്ടേഷൻ, ഇപ്പൊ ഒരാൾക്ക്, ഇപ്പൊ ഒരു ലെയ്മാൻ, ലോ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി നേരെ പോയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോ ബുക്ക് എടുത്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. നമുക്ക് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് അല്ലെങ്കിൽ അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു ഒരു ധാരണ ഉണ്ടാവില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ഈ ലോ കോളേജിൽ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ. ഒരു നിയമം വായിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാനും അതിൽ നിന്ന് ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാവാൻ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഔട്ട്കം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇന്റർപ്രിട്ടേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഒരു സെറ്റാണ് ഈ ലീഗൽ റീസണിങ് എന്ന് പറയുന്നത്. സോ ഒരു ലീഗൽ റീസണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് സബ്ജക്ട് ഓഫ് ലോ മാത്രമല്ല, അതിൽ എല്ലാ തരത്തിലുള്ള ലോ വരുന്നുണ്ട്. കോൺട്രാക്ട് ഉണ്ട്, ടോർട്ട് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ക്രൈംസ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ലോയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ പഠിച്ചാൽ മാത്രമാണ്, മറ്റു സബ്ജക്റ്റുകൾ പഠിക്കുന്നതിന് കൂടെ തന്നെ ഇത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. സോ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എന്താണ് ലീഗൽ റീസണിങ് എന്നൊരു ഐഡിയ കിട്ടാനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫെമിലിയർ ആയിരിക്കും, തെഫ്റ്റ്. സോ ഞാൻ ഒരു ലീഗൽ പ്രിൻസിപ്പിൾ തരാം. ഓക്കെ, ലീഗൽ പ്രിൻസിപ്പിൾ സച്ച് ദാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, നിങ്ങൾ ചിന്തിച്ചോളൂ. കുറെ സംസാരിച്ച് ബോർ അടിക്കുന്നുണ്ടോ, അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ. സോ അത് തെഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ലോ ഞാൻ പറയാം, പ്രിൻസിപ്പിൾ അറിയാം. തെഫ്റ്റ് മീൻസ് intentionally moving any movable property out of the possession of any person without that person's consent with the intention of taking it. Okay, so also without the permission of that person. Appo idana legal principle aayittu thannittulladu. Okay, so theft means taking off a movable property out of a possession of that person without that person's consent with the intention of taking it out of that person's possession. ഇതാണ് ലീഗൽ പ്രിൻസിപ്പിൾ. ഞാൻ ഒരു എക്സാമ്പിൾ തരുന്നതാണ്. ഇനി ഞാൻ സിറ്റുവേഷൻ പറയാം. ഓക്കെ, സിറ്റുവേഷൻ പറയാം. സോ സിറ്റുവേഷൻ ഇസ് ദാറ്റ് ഒരാള് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് പോയെന്ന് വിചാരിക്കാം. ഒരു പാർട്ടി നടക്കുകയാണ്. ഓക്കെ, അപ്പൊ നടന്ന് ഈ വീട്ടിലേക്ക് കയറിയ സമയത്ത് വീട്ടിൽ ഒരു ടേബിളിൽ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള വാച്ച് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന് ഈ വാച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആൾ എന്ത് ചെയ്തു, ആ വാച്ച് എടുത്തിട്ട് ആ ടേബിൾ തന്നെ അടിയിലുള്ള ഡ്രോയറിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അത് എടുക്കണം എന്ന ഉദ്ദേശത്തോടെ ആ ടേബിളിൽ തന്നെ ഇരുന്ന വാച്ച് എടുത്തിട്ട് അടിയിലുള്ള ഡ്രോയറിലേക്ക് ഇറക്കി വെച്ചിട്ട് എടുത്തു വെച്ചു. എന്നിട്ട് അദ്ദേഹം പാർട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സിറ്റുവേഷൻ. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ there is an offense of theft in this above situation. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് അവിടെ തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് വരിക. സോ ഓട്ടോമാറ്റിക്കലി ഇതൊരു പ്രാക്ടീസ് ചെയ്യാത്തൊരു സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു രീതിയിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ they would definitely say കട്ടെടുക്കുക എന്ന് പറയുന്നത് ആ സംഭവം എടുത്തുകൊണ്ട് ഓടുക അല്ലെങ്കിൽ അത് പോക്കലെടുത്ത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് തെഫ്റ്റ്, അല്ലെങ്കിൽ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് തെഫ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് വാസ് സെഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സംഭവം ഒരു ആക്ട് തെഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോകണമെന്നില്ല. ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒരാളുടെ പൊസഷനിൽ നിന്ന് അദ്ദേഹത്തിന് അനുവാദം ഇല്ലാതെ ജസ്റ്റ് മൂവ് ചെയ്താൽ മതി, നീക്കിയാൽ മതി. സോ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കണം? വിത്ത് ദി ഇന്റൻഷൻ ഓഫ് ടേക്കിംഗ് ദാറ്റ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് വെറുതെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ മതി. അതൊരു ഒരു ഇഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ ആയിക്കോട്ടെ, അത് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു പ്രോപ്പർട്ടി ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് നീക്കി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി തെഫ്റ്റ് എന്നാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. സോ ദെയർഫോർ അവിടെ നടന്ന ആക്ടിവിറ്റി എന്താണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് തെഫ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കോൺട്രാക്ടിന്റെ ബേസിസിലും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിലും അതുപോലെ തന്നെ
ക്രൈമിന്റെ ബേസിലൊക്കെ നമുക്കൊരു പ്രിൻസിപ്പിൾ തരും. ആ പ്രിൻസിപ്പിൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നിട്ടുള്ള സിറ്റുവേഷനിൽ എവിടെയാണ് അപ്ലൈ ചെയ്യുക എന്ന് കണ്ടുപിടിച്ച് അവിടെ അപ്ലൈ ചെയ്തിട്ട് അവിടെ ആ ഒരു ആക്ട് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലീഗൽ റീസണിങ് എന്നുള്ള ആ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദ പ്രൈമറി, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഡൗട്ട് ദാറ്റ് ഇസ് നമുക്കൊരു പ്രിൻസിപ്പിൾ തരും. ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, അത് കാരണം ഞാൻ ആൻസർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് നമുക്കൊരു സിറ്റുവേഷൻ തരും. ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിന്റെ കൂടെ ഒരു ലീഗൽ പ്രിൻസിപ്പിൾ തരും. ആ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലീഗൽ ലോ തരും, ലോന്റെ പോയിന്റ്. ആ ലോ പോയിന്റ് ആ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ എക്സസൈസ് ഒരു കുറച്ചുകൂടി ഒരു ഫൺ ആകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജഡ്ജായിട്ട് ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫണ്ണായിരിക്കും പഠിക്കാനായിട്ട്. ഇറ്റ് ഇസ് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് വരുമ്പോൾ നല്ല രീതിക്ക് ഇന്ററാക്റ്റീവ്, നല്ല ഫണ്ണായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒട്ടും ബോറടിക്കാത്ത ഒരു സബ്ജക്ട് ആണ് ലീഗൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ. അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ക്ലാസ് എടുക്കുകയുള്ളൂ. ഓക്കെ, സോ നൗ അതാണ് ലീഗൽ, ആ ഒരു ടോപ്പിക്കാണ് ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോ ഞാൻ എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള കർത്തവ്യം ഇത് മാത്രമാണ്. ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഈ ലോ അല്ലെങ്കിൽ ലോയർ ആവുമ്പോൾ പലരും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോയർ ആവണം, അല്ലെങ്കിൽ ലോ സ്റ്റുഡന്റ് ആവണം, അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ഫീൽഡിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളായാൽ മാത്രമാണ് രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത്. പക്ഷെ അത് ഒരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്. നമുക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, വി ഹാവ് ദ എബിലിറ്റി ടു റൈറ്റ്, നമുക്ക് എഴുതാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിവില്ലാതെ ഈ സ്കില്ലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ലോ എന്ന് പറയുന്ന ഫീൽഡിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ദാറ്റ് ഈസ് ഒരു ലോയർ ആവുക, അല്ലെങ്കിൽ കോടതിയിൽ നടന്ന് വാദിക്കുക എന്നുള്ളത് മാത്രമല്ല ലോയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കോൺട്രാക്ട് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫേസ് മേഡ്, അല്ലെങ്കിൽ കോൺട്രാക്ട് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? അതിൽ ഏറ്റവും വലിയ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ട് പറയുന്ന കാര്യം, നമ്മളിപ്പോ മെസ്സി ബാർസലോണയിൽ നിന്നും മയാമിയിലേക്ക് കടക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? മെസ്സി ഹാസ് സൈൻഡ് എ കോൺട്രാക്ട് വിത്ത് ഇന്റർ മയാമി എന്നാണ് പറഞ്ഞത് അല്ലെ? ഇന്റർ മയാമി ആയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റൊണാൾഡോ ആയാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും അൽ നസറിലേക്ക് കടന്നപ്പോഴും അവിടെ എന്താണ് പറഞ്ഞത്? റൊണാൾഡോ ഹാസ് സൈൻഡ് എ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, ദോസ് ആർ ലോയേഴ്സ്. ലോയേഴ്സ് തന്നെയാണ് ഈ കോൺട്രാക്റ്റുകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അവർ കോടതി പോയി വാദിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ദെയർ ഓൺലി ഡ്യൂട്ടി ഇസ് ടു ഡ്രാഫ്റ്റ് കോൺട്രാക്ട്. അപ്പൊ ഈ സ്പോർട്സ് ഫേംസിന് വേണ്ടി മാത്രമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട്, ക്രിഡ ലോ ഫേം എന്ന് പറഞ്ഞിട്ട്. ക്രിഡ ലോ ഫേം എന്ന് പറഞ്ഞിട്ട് ന്യൂഡൽഹിയിലുള്ള കമ്പനിയാണ്. അവരാണ് ഫിഫ, അതുപോലെ തന്നെ IPL, ISL അത്തരത്തിലുള്ള ഇന്റർനാഷണൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സിലൊക്കെ കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമല്ല ലോയിൽ നിങ്ങൾക്ക് പ്രഗത്ഭരാവാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ദ സ്കിൽ ടു റൈറ്റ് ആൻഡ് റീഡ് ഓർ ടു ഡു റിസർച്ച്, അതായാലും മതി നിങ്ങൾക്ക് നല്ലൊരു ലോ ഫീൽഡിൽ നല്ല രീതിയിൽ എത്താനായിട്ട്. സോ ഇതിന്റെ ഫീൽഡ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് വളരെയധികം വൈഡാണ്. നമുക്ക് ഈ കോടതിയിലുള്ള ഒരു പ്രൊഫഷൻ അല്ലാതെ തന്നെ ഫേംസ് എന്ന് പറയുന്ന രീതിയിൽ പല രീതിയിലുണ്ട്. സോ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു നടക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഐ വുഡ് സേ ഇസ് ടു ജോയിൻ ദ കോഴ്സ്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സംസാരിക്കാം. സോ ഐ എം വൈൻഡിങ് ദ സെഷൻ. അഡ്വക്കേറ്റ് വർണ്ണന, യു മേ ഗോ. താങ്ക് യു. Thank you, Advocate Ebi, and it was very interesting and very knowledgeable too. So ഞാൻ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ Rome was not built in a day. Ebi പറഞ്ഞത്, Advocate Ebi, അതായത് വക്കീൽ പറഞ്ഞ പോലെ റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഒരു ദിവസം കൊണ്ട് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒറ്റ ദിവസത്തെ പഠനം കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾക്ക് ഒരു സ്റ്റഡി പാറ്റേണിലൂടെയാണ് നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക എന്നത് വിച്ച് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ആർ ടേക്കിംഗ് ടുവേർഡ്സ് യുവർ ലോ കരിയർ, അല്ലെങ്കിൽ ആസ് എ ലോയർ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയായിരിക്കും നമ്മുടെ കോഴ്സിൽ പറയുന്ന പഠന രീതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഓൾസോ നമ്മുടെ ഇവിടെ ചാറ്റ് ബോക്സിൽ ഒരുപാട് ഡൗട്ട്സ്, ഒരു ഹാൻഡ്സ് റേസ് ചെയ്യുന്നുണ്ട്, ഡൗട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡൗട്ടിന്റെ ക്ലിയറൻസ് ലാസ്റ്റ് ആയിട്ട് അഡ്വക്കേറ്റ് അശ്വിൻ സാർ നമുക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ upon അഡ്വക്കേറ്റ് സോന സണ്ണി to deal with English and all other matters that she is going to deal. Advocate Sona, are you there? Yes, I'm here. Okay. Carry your session. Okay.
So good evening, one and all. വർണ്ണന വക്കീലും അശ്വിൻ വക്കീലും അതുപോലെ ഹരേ വക്കീലും എബി വക്കീലും ഒക്കെ നമ്മളോട് ലീഗൽ ആസ്പെക്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് സീറ്റിന്റെ അലോക്കേഷൻസ്, പിന്നെ അക്കാഡമിക്സിനെ കുറിച്ചും കോളേജ് ലൈഫിനെ കുറിച്ചും എല്ലാം നമ്മളോട് പറഞ്ഞു തന്നു അല്ലെ. സോ റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ്, ഞാൻ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് വെൻ ഇറ്റ് കംസ് ടു കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇന്നത്തെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇറയില്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ മാത്രമായിട്ടല്ല ഇംഗ്ലീഷിന്റെ ഒരു ഇമ്പോർട്ടൻസ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ലൈക്ക് നമ്മുടെ ഒരു ഗ്രാൻഡ് പാരന്റ്സിന്റെ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കാലം മുൻപ് വരെ ഇംഗ്ലീഷിന് ഒരു ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എപ്പോഴും ഒരു ടോപ്പ് നോച്ച് ലാംഗ്വേജ് തന്നെയാണ് അല്ലെ. ഇപ്പോ നമ്മൾ എന്നും പറയുന്നുണ്ട് നമ്മളെല്ലാം ആംഗലേയവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഇംഗ്ലീഷിലോട്ട് മാറുകയാണ്, കൂടുതൽ ആൾക്കാരും ദേ ആർ മോർ ഇൻ ടു ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊരു യൂണിവേഴ്സൽ ഫാക്ട് ആണ്. ഇംഗ്ലീഷ് അറിഞ്ഞാൽ നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടും നമുക്ക് രക്ഷപ്പെടാനുള്ളത് എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഫാക്ട് ആണ്. കാരണം എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അത് നമുക്കറിയാം, നമ്മുടെ വേൾഡിൽ ഓൾമോസ്റ്റ് 7,000+ ലാംഗ്വേജസ് ഉണ്ട്. എങ്കിൽ കൂടി അതിനെല്ലാം പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി ടോപ്പ് നോച്ച് ആയി നിൽക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇറ്റ്സ് എവിഡന്റ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് ദാറ്റ് സിഗ്നിഫിക്കന്റ് അല്ലേ. സോ ഈവൻ ഇന്ത്യയിൽ തന്നെ ഒരു 22 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ് ഉണ്ട്. സോ അതിനേക്കാളും ഒക്കെ ബിയോണ്ട് പ്രോമിനന്റ് ആയി നിൽക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അത്ര നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയേണ്ടതാണ്. കാരണം ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് അറിയാത്ത കാരണം എംബാരസ്ഡ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് നമുക്ക് മിസ്സായിട്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. സോ നമുക്ക് അറിയാം ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും ഈവൻ അത് എന്തോ കാര്യത്തിലായിരിക്കട്ടെ, ഒരു അക്കാഡമിക്സിന്റെ പേർപ്പസിനാണെങ്കിലും ജോബിന്റെ പേർപ്പസിനാണെങ്കിലും എല്ലാം ഇംഗ്ലീഷ് ഇസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അതൊരു ഇൻഡിസ്പെൻസിബിൾ ഫാക്ടർ ഓഫ് ലൈഫ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. So whether English is important or not എന്നുള്ളത് I don't think that it should even be considered as a matter to be included as in a hot debate. So അത് അത്ര ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. So ഞാൻ ഇനി പറയാൻ പോകുന്നത് what is the importance of English when it comes to Kerala law entrance examination. So അതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മാറ്റർ. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് വെൻ ഇറ്റ് കംസ് ടു ലീഗൽ ഫീൽഡ് അല്ലെങ്കിൽ ലോ. സോ അത് പറയാനാണെങ്കിൽ ഇപ്പൊ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഒരു മെയിൻ കോർ തന്നെയാണ്. അതായത് 60 ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് കവർ ചെയ്യുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ. സോ ഹരേ വക്കീൽ നമ്മുടെ സിലബസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു 70 ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വരുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്കി ഏത് സബ്ജക്റ്റിനേക്കാളും ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 60 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഹരേ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും 3+ മാർക്സ് ആണ് ഉള്ളത്. അതുപോലെ നെഗറ്റീവ് മാർക്ക് -1 ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 60 × 3 180 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 180 മാർക്സ് ആണ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് സിംപ്ലി നമ്മൾ ഇംഗ്ലീഷ് സെക്ഷൻ മാത്രം നമ്മൾ ഫുള്ള് കറക്റ്റ് ആക്കിയ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ റോക്കറ്റ് സയൻസ്. അത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. പിന്നെ ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് നമുക്ക് ഒരു ലാംഗ്വേജും നമുക്ക് രാവിലെ എണീറ്റ് ഒരു ദിവസം കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ പഠിക്കാൻ പറ്റുന്നതല്ല. ഒരു ലാംഗ്വേജ് ആയിക്കോട്ടെ ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പഠിക്കാവുന്നതല്ല. നമ്മുടെ കയ്യിൽ അത്ഭുത വിളക്കൊന്നും ഇല്ലല്ലോ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നും പഠിക്കാനായിട്ട്. പക്ഷെ നമ്മൾ അതിന് ടൈം എടുത്ത് വർണ്ണന വക്കീൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡ്രീം ചെയ്ത് അതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് അല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ഇട്ടാൽ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാം കോൺകർ ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞു 180 മാർക്സ് ആണ്. അതായത് ഒരു ഹൈ വെയിറ്റേജ് തന്നെ
ഈ ഒരു കേരള ലോ എൻട്രൻസ് എക്സാമിന് ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഇംഗ്ലീഷ് ഒരു ഇപ്പോ 180 മാർക്സ്, ഇപ്പോ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി 60 നമ്മൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ കൂടി ഒരു 50 മാർക്സ് നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സ്കോർ നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോ ഏതൊരു എൻട്രൻസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് നമ്മൾ എഴുതുമ്പോഴും നമുക്ക് ഇത്ര സ്കോർ ചെയ്യാന്നുള്ളതിനുപരി നമുക്ക് ഏറ്റവും ടോപ്പ് റാങ്ക് മേടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം 1ഓ 2ഓ റാങ്കിന് വരെ ഗവൺമെന്റ് കോളേജസിൽ സീറ്റ് കിട്ടാതെ മിസ്സായിട്ടുള്ള സ്റ്റുഡൻസിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. സോ 1ഓ 2ഓ റാങ്ക് വ്യത്യാസം വന്നാൽ നമുക്ക് നമ്മുടെ സീറ്റ് നഷ്ടാവും. സോ നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഐ ഗ്യാരണ്ടി ദാറ്റ് നമുക്ക് എന്തായാലും നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്റെ എൻട്രൻസ് എക്സാം ഞാൻ എഴുതിയപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇംഗ്ലീഷിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സോ മറ്റേ ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ അത്യാവശ്യം ബാലൻസ് ചെയ്ത് നമുക്ക് എന്തായാലും കോൺകർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോ ലീഗൽ പാർട്സ്, ഇപ്പോ ടോട്ട്, അതുപോലെ കോൺട്രാക്ട്, IPC, CPC, അങ്ങനെ കുറെ അധികം ലീഗൽ സബ്ജക്ട്സ് നമുക്കുണ്ട് അല്ലെ. സോ ഈ ലീഗൽ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾ വല്ല സിനിമയിലോ അല്ലെങ്കിൽ പത്രത്തിലോ മാത്രം കണ്ടുവരുന്നതും കേട്ടുവരുന്നതുമായ കുറച്ച് സബ്ജക്ട്സ് ആയിരിക്കും. മേ ബി 1ഓ 2ഓ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷേ നമ്മുടെ അഡ്വാൻറ്റേജ് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് നമുക്കറിയാം, നമ്മളത് വി ഹാവ് ബീൻ ലേണിംഗ് ഇറ്റ് ഫ്രം അവർ യങ് ഏജ് അല്ലെ. LKG മുതൽ നമ്മൾ ഇന്ന് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജും ആണ് ഇംഗ്ലീഷ്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഫ്രം ദി സ്ക്രാച്ച് നമുക്ക് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ബേസ് ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് ഒന്ന് ബിൽഡപ്പ് ചെയ്ത് എടുത്താൽ മാത്രം മതി ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ അതുകൊണ്ട് അതൊരു നമ്മുടെ അഡ്വാൻറ്റേജും ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പീസ് ഓഫ് കേക്ക് ആണ്. അത് അത്ര വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ഒന്നുമല്ല. പിന്നെ ലോയില് അല്ലെങ്കിൽ ലീഗൽ ഫീൽഡില് ഇംഗ്ലീഷ് എന്തുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് എന്താണ് ഇത്ര സിഗ്നിഫിക്കൻസ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം അല്ലെ എന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു കാര്യം പറയാം. അതായത് നമുക്കറിയാം അഡ്വക്കസി അല്ലെങ്കിൽ ലീഗൽ ഫീൽഡ് ഒക്കെ സറൗണ്ട് ചെയ്യുന്നത് ജഡ്ജ്മെന്റ്സ്, കേസ് ഫയൽസ്, കേസ് ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ ഒരു ലീഗൽ ഫീൽഡ് അല്ലെങ്കിൽ ലോ ഒക്കെ ചുറ്റപ്പെട്ടിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ തന്നെ കോഡിഫൈ ചെയ്യാൻ തന്നെ ആവശ്യമുള്ളത് എന്താണ്? മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് അല്ലെ. സോ ഇപ്പോ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓക്കെ ഫൈൻ, ഇംഗ്ലീഷ് ആണ്. സോ ഇംഗ്ലീഷ് നമുക്കൊക്കെ അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് അല്ലെ. സോ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇൻ വൺ ഹാൻഡ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്സ് ഒക്കെ കുറെ അധികം പേജസ് ഉണ്ട്. അതൊരു കാര്യം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് ആണെങ്കിൽ കൂടി അതിൽ നമുക്കറിയാത്ത കുറെ അധികം വൊക്കാബുലറീസ് ഉണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ വായിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിക്ഷണറി തപ്പാനേ നേരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത്രയും അധികം അൺകോമൺ വൊക്കാബുലറീസ് ആയിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യും. അതേപോലെ അത്രയും C1 C2 ലെവൽ ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും ജഡ്ജ്മെന്റ്സിൽ ഉണ്ടാവുക. ഓരോ ജഡ്ജസ് അതേപോലെ ആയിരിക്കും ജഡ്ജ്മെന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ നമ്മൾ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ വായിക്കുമ്പോൾ ലൈക്ക് നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. ഈവൻ ഞങ്ങളുടെ കോളേജ് ഡേയ്സിലൊക്കെ ഞങ്ങൾക്ക് അസൈൻമെന്റ് കിട്ടുമ്പോൾ നമ്മൾ ഒരു ജഡ്ജ്മെന്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഈവൻ വി യൂസ് ടു ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്, വെരി ഓണിയറസ്, ബിക്കോസ് ലൈക്ക് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അൺകോമൺ വെക്കാബുലറീസ് ആണ് ഉണ്ടാവുക. സോ ഓരോ വെക്കാബുലറി നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ കുറച്ച് വെക്കാബുലറി ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ നമുക്ക് പിന്നെ പതുക്കെ നമുക്കത് യൂസ്ഡ് ആയിരിക്കും, നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും അത്. സോ അത് നമുക്ക് അത്ര വലിയ ഒരു ലെബോറിയസ് ടാസ്ക് ആയിട്ടൊന്നും തോന്നത്തില്ല. സോ അതാണ് ഒരു ഇംഗ്ലീഷിനെ കുറിച്ച് എനിക്കൊരു ഔട്ട്ലൈൻ പറയാനുള്ളത്. സോ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ അധികം കാര്യങ്ങളുണ്ട്. വേർബ് ഉണ്ട്, ആന്റോണിംസ്, സിനോണിംസ്, നൗൺസ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ്, ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈവൻ ഈ വാക്കുകളൊന്നും നമുക്ക് അത്ര മേ ബി അപ്പോ ലൈക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിലും ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ടെൻസസ്, എല്ലാ കാര്യങ്ങളും. സോ ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ
നമ്മൾ പഠിക്കുന്നതായിരിക്കും. ലൈക്ക് എങ്ങനെ നമുക്കൊരു ലൈക്ക് ഇതെന്ന് പറയുന്നത് നമുക്കൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമല്ല, നമുക്കൊരു ലൈഫ് ലേണിംഗ് ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കസ്റ്റംഡ് ആവുക എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് വേണ്ട ഒരു സാധനമാണ്. അത് നമ്മൾ വളരെ രസകരമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇനിയുള്ള ക്ലാസ്സുകൾ എന്തായാലും പഠിക്കും. സോ ഐ ഗ്യാരണ്ടി യു നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു സിലബസിലൂടെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. അതായത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. സോ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു 8th ഗ്രേഡ് മുതലൊക്കെ നമ്മൾ റീഡിംഗ് പാസേജസ് നമ്മുടെ എക്സാംസിൽ വരാറുണ്ട് അല്ലെ. നമ്മുടെ 8th ക്ലാസ് ഇംഗ്ലീഷ് എക്സാംസ് മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു പാസേജ് തരും, ആ ഒരു പെർട്ടിക്കുലർ പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ ആൻസർ ചെയ്യാന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്താ ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ഒരു പാസേജ് മോസ്റ്റ് പ്രോബബ്ലി എന്തായിരിക്കും, ഒരു ലീഗൽ സെനേറിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലീഗൽ ആസ്പെക്റ്റിലായിരിക്കും ആ ഒരു പാസേജ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ജസ്റ്റ് ഒരു ഡിഫറെന്റ് തിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു പാരഗ്രാഫ് നമുക്ക് എന്താണോ അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫറൻസസ് ആണോ ഡ്രോ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതിന്റെ ബേസിക് ഐഡിയ നമ്മൾ മനസ്സിലാക്കി, പിന്നെ നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷനിൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്, സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഒക്കെ. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. സോ അങ്ങനെയുള്ള മെത്തഡോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ, അതായത് ആ റീഡിംഗ് പാസേജ് വായിച്ച് അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു കാര്യം, റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് വെക്കാബുലറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ജഡ്ജ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ നമ്പർ ഓഫ് അൺകോമൺ വെക്കാബുലറീസ് ഉണ്ടാവും. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഓരോ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ജഡ്ജ്മെന്റ് ഗൂഗിൾ ചെയ്തൊന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, നമുക്കറിയാത്ത നമ്പർ ഓഫ് വെക്കാബുലറീസ് അതിലുണ്ടാവും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് we have to imbibe all those vocabularies. നമുക്ക് പറ്റില്ല, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമുക്ക് ലൈക്ക് ഇന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കെങ്കിലും അത്യാവശ്യം വൊക്കാബുലറീസ് അല്ലെങ്കിൽ ലീഗൽ വൊക്കാബുലറീസ് എങ്കിലും നമുക്ക് ഒന്നും കൂടെ ഫെമിലിയർ ആവും. സോ നമുക്ക് ഓരോ ടൈം ഒരു അൺകോമൺ വൊക്കാബുലറി കാണുമ്പോഴും നമുക്ക് നെർവസ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഡിക്ഷണറി നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് അത് ഇംബൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഈസി ആയിരിക്കും. സോ അത് മാത്രമല്ല, കേരള ലോ എൻട്രൻസ് എക്സാമിൽ it is a must thing that we should learn vocabulary. സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് 4 to 5 വെക്കാബ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്തായാലും ഫോഴ്സ്ഡ് ആയിരിക്കും വെക്കാബുലറി പഠിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് പഠിക്കും, അത് ഉറപ്പാണ്, അത് നിങ്ങൾ പഠിക്കും എന്തായാലും. സോ അതാണ് വെക്കാബുലറി. വെക്കാബുലറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറ്റൽ ആയിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ലീഗൽ ഫീൽഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇനി അപ്പൊ വെക്കാബുലറിയിൽ തന്നെ സിനോണിംസ്, ആന്റണിംസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് പര്യായം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് യു ഹാവ് ടു പെരൂസ് ന്യൂസ് പേപ്പർ എന്നൊരു സെന്റൻസ് ഞാൻ പറഞ്ഞു എന്ന് വെക്കാം. So if you want to learn English, you have to peruse English newspaper. So what is meant by peruse? So peruse എന്ന് പറയുന്നത് റീഡ് എന്നുള്ളതിന്റെ ഒരു സിനോണിം ആണ് പെരൂസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പെരൂസ് നമ്മൾ ആദ്യമായിട്ട് മേ ബി നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും പെരൂസ് എന്ന് പറഞ്ഞ റീഡിംഗ് ആണെന്ന്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് അത് കേൾക്കുമ്പോൾ എന്താണ് ഈ പെരൂസ് നമ്മൾ വിചാരിക്കും. സോ അവിടെ നമുക്ക് ലൈക്ക് ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല, റീഡ് ആണെന്ന് പറഞ്ഞു തരാൻ ഓപ്ഷൻ. സോ നമുക്കത് നമ്മൾ തന്നെ പഠിക്കണം. സോ പെരൂസ് എന്ന് പറഞ്ഞാൽ റീഡ് ആണ് എന്നുള്ളത്, അപ്പോൾ റീഡിന്റെ സിനോണിംസ് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് പെരൂസ് എന്താണെന്ന് അറിയാൻ പറ്റൂ. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വെക്കാബുലറിയിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യം. സോ ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. സോ നമുക്കറിയാം, ഒരു ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കാബുലറി. സോ നമുക്ക് കുറെ വെക്കാബുലറി, ഒരു C1 C2 ലെവൽ ഓഫ് വെക്കാബുലറീസ് കുറെ നമുക്കറിയാം. സോ ഇതൊക്കെ കൂട്ടി അടുക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കത്
മറ്റൊരാൾക്ക് കോംപ്രഹെൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. കുറെ വലിയ വൊക്കാബുലറി അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് ചെയ്യാനായിട്ട് അറിയണം. അതുപോലെ കൃത്യമായിട്ട് ഗ്രാമറിൽ അത് യൂസ് ചെയ്യാനായിട്ട് അറിയണം അല്ലെ. സോ ആ ഒരു ഗ്രാമർ പാർട്ട് വരുമ്പോഴായിരിക്കും കുറെ പേർക്കൊക്കെ ഒരു റിലക്റ്റൻസ് വരെ ഇത് പഠിക്കാനായിട്ട്. അത് ഗ്രാമർ ശരിയാവുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാമർ ശരിക്കും ലൈക്ക് ഒരു പീസ് ഓഫ് കേക്ക് പോലെ നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോ ഗ്രാമറിൽ നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ടെൻസസ് ഉണ്ടാവും, അതുപോലെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്സ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കും. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. ടെൻസസ്, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്സ്, പാർട്സ് ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ സെന്റൻസ് സ്ട്രക്ചേഴ്സ് എങ്ങനെയുള്ള സെന്റൻസസ് ഉണ്ട്, കോംപ്ലക്സ് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സെഷൻ എന്ന് പറയുന്നത് സെന്റൻസ് കംപ്ലീഷൻ ആണ്. അതായത് നമുക്കൊരു സെന്റൻസ് തരും, അതിൽ ഒരു വേർഡ് എന്തെങ്കിലും എംപ്റ്റി ആയിട്ട് തരും. അപ്പൊ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഫ്രേസസ് അവിടെ നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് പിക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് തോന്നും അത് കുറച്ച് ഈസി ടാസ്ക് ആണ്, നമ്മളൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. നമ്മൾ വായിച്ചിട്ട് ലൈക്ക് വിച്ച് വൺ സൗണ്ട്സ് ഗുഡ്, ഇത് സൗണ്ട്സ് ഗുഡ് ആണെങ്കിൽ നമ്മൾ അത് ഓപ്ഷൻ ടിക്ക് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് തരിക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്ലാറ്റ്, അതായത് കോമൺ ലോ എക്സാമിനേഷന് തുല്യമായി അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാതെ നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ നോക്കിപ്പോയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സോ കൃത്യമായിട്ടുള്ള പഠന രീതി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ എടുത്താൽ മാത്രമേ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കിപ്പോയാൽ അല്ലെങ്കിൽ ചുമ്മാ കറക്കി കുത്തി നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. അത് അത്രയും കോമ്പറ്റീറ്റീവ് തന്നെയാണ്, അത്രയും അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കുക തന്നെ വേണം. സോ സെന്റൻസ് കംപ്ലീഷൻ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞത് പാരാ ജംബിൾസ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ആണ്. പാരാ ജംബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ടാവും, അതിൽ വേർഡ്സ് ഒക്കെ ജംബിൾഡ് ആയിട്ടാവും കിടക്കുക. അതായത് ഓർഡറിലായിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാവും കിടക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഒരു കൊഹിറന്റ് ലീഗൽ പാസേജ് ആവുന്ന രീതിയിൽ ഒരു ലോജിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. സോ അതാണ് നമ്മുടെ പാരാ ജംബിൾസ് എന്ന് പറഞ്ഞാൽ. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ഒട്ടും നെർവസ് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീക്ക്ലി വൺസ് നമുക്ക് റിവിഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. സൺഡേ നമുക്ക് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് വരുന്നുണ്ട്. സോ ഇതൊന്നും അത്ര ബിഗ് ഡീൽ അല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു ബിഗ് ഡീലാണ്, കാരണം അത്രയും വെയിറ്റേജ് ഉള്ള കാര്യമാണ്. പക്ഷെ ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര ബിഗ് ഡീൽ അല്ല. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ബാക്ക് ടു അവർ സിലബസ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇറർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ആണ്. അതായത് നമുക്ക് സെന്റൻസ് തന്നിട്ടുള്ളത് മേ ബി സെന്റൻസ് സ്ട്രക്ചർ ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ ടെൻസ് ശരിയായിരിക്കില്ല, പങ്ക്ച്വേഷൻ ശരിയായിരിക്കില്ല, മേ ബി ക്വസ്റ്റ്യന്റെ പാറ്റേൺ ശരിയായിരിക്കില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ ഇറർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ എന്ന് പറയുന്ന പോർഷൻസ് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഐ വിഷ് യു ഓൾ എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് via this platform. So have trust in God, put in your best, and the success and happiness will be yours. So thank you. താങ്ക് യു അഡ്വക്കേറ്റ് സോന. വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളൊരു സെഷനാണ് സോന വക്കീൽ നമുക്ക് പറഞ്ഞു തന്നത്. So I guess you understand the importance of English in with regards to the Kerala Law Entrance Examination as well as ഒരു അഭിഭാഷക വൃത്തിയിലേക്ക് കടക്കുമ്പോൾ ശരിയാണ്. ഇപ്പൊ നമ്മുടെ കോടതികളിലെല്ലാം കോർട്ട് ലാംഗ്വേജസ് മലയാളം ആണെങ്കിൽ പോലും the lawyers, those who are prominent or eminent English is getting more chances or more high priority in their
കരിയർ. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിന് മാത്രമല്ല നമ്മളുടെ ലോ കരിയർ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഭാവിയിലെ വക്കീലന്മാരാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വക്കീൽ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് അഡ്വക്കേറ്റ് വിജയ് ശങ്കർ ആണ് നിങ്ങൾക്ക് സെഷൻ എടുക്കുന്നത്. സോ ഇത്രയും നേരം നമ്മൾ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കുറെ ലീഗൽ ടേംസും ഈ വക്കീലന്മാരൊക്കെ എന്താണ് ഇത്രയും സീരിയസ് ആയിട്ട് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് കോളേജ്, അല്ലെങ്കിൽ ഒരു ലോ കോളേജിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ കോളേജ് ലൈഫ്, അല്ലെങ്കിൽ ഇത്രയും നേരം ഒരു ആർട്സ് കോളേജ് പഠിച്ച കുട്ടി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയുടെ ഒരു ചിന്താശേഷിയോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല നമുക്ക് ലോ കോളേജിലുള്ളത്. അപ്പൊ ഒരു കൾച്ചറൽ ആസ്പെക്ട് ഓഫ് ലോ കോളേജ് അല്ലെങ്കിൽ an academic way of how the law college is treating us എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് വിജയ് വക്കീൽ നമുക്ക് ഡീൽ ചെയ്യുന്നത്. So I invite Advocate Vijay Shankar to move on with the session. Vijay, are you there? Hi, audible ആണോ? Yes. Hello everyone. അപ്പോൾ താങ്ക് യു വർണ്ണന ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ. അപ്പോൾ എനിക്കിവിടെ കുറച്ച് 2 കർത്തവ്യങ്ങളാണ് എനിക്ക് തന്നത്. ആദ്യത്തെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലീയുടെ എൻട്രൻസിന്റെ സിലബസിൽ വരുന്ന GK അതുപോലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തിനെ പറ്റി സംസാരിക്കുക. അതുപോലെ തന്നെ പിന്നെ വർണ്ണന പറഞ്ഞതുപോലെ നമ്മുടെ കോളേജിന്റെ കൾച്ചറൽ ലൈഫിന്റെ കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പഠിപ്പിന്റെ കാര്യം സംസാരിക്കാം. അപ്പോ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 135 മാർക്കിനാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം 600-ൽ 135 മാർക്കും ഈ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തിലാണ്. ഈ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം വളരെ വാസ്റ്റ് ആണ്. അതായത് ഏകദേശം ഒരു നമ്മുടെ യൂണിവേഴ്സ് ഒക്കെ പോലെ തന്നെ, യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടും എൻഡും എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ലല്ലോ, അത് ഇൻഫിനിറ്റ് ആണ്. അതുപോലെ തന്നെയാണ് GK എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും എത്ര പഠിച്ചാലും നമ്മൾ കവർ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 100% അത് കവർ ചെയ്തെന്ന് പറയാനൊരു സാഹചര്യം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമ്മളത് പഠിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോ ഈ 135 മാർക്കും നിങ്ങൾ ഒരിക്കലും അതിന് നിങ്ങൾ ആ 135 മാർക്കും നേടും അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കരുത് ആ കാര്യം. കാരണം ഈ 135 മാർക്ക് ഒരു ബെയ്റ്റാ. ഇതിന് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അത് സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നേരത്തെ ഹരസാറിന്റെ മറ്റേ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ 135 എന്നുള്ള വലിയൊരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ 135 നിങ്ങൾ നേടും എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ നോക്കരുത്. അങ്ങനെ നിങ്ങളൊരു കണക്കുകൂട്ടലും വെക്കരുത്. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ ഇപ്പൊ GKയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, GK പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോ ക്ലീ ഓറിയന്റഡ് ആയിട്ട് നോക്കുക. അതായത് വെറുതെ കുറെ GKയുടെ ബുക്കുകൾ എടുത്തിട്ടും അതുപോലെ GKയുടെ വെബ്സൈറ്റുകൾ എടുത്തിട്ടും GK പഠിക്കാൻ ശ്രമിക്കരുത്. കുറച്ചും കൂടി ക്ലീ ഓറിയന്റഡ് ആയിട്ട്, ക്ലീയിൽ എവിടെ നിന്നൊക്കെയാണ് ഈ GK ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം 2023-ലോ 2022-ലോ 2021-ലോ അങ്ങനത്തെ കുറച്ച് വർഷങ്ങൾ പുറകിലോട്ട് മാത്രം പോയിട്ട് നോക്കരുത്. മാക്സിമം നിങ്ങൾ ഇപ്പോ ഞാൻ എൻട്രൻസ് എഴുതിയത് 2018-ലാണ്. ഈ 2018-ലും 2017, 2016 വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ട് നിങ്ങൾക്ക് നോക്കി പോകാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ 2018 എൻട്രൻസ് എഴുതുന്നു. ഞാൻ എൻട്രൻസ് എഴുതുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞാനും കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ നോക്കി. ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ അന്ന് ആ 2018 എന്റെ എൻട്രൻസ് എഴുതാൻ നിൽക്കുമ്പോൾ കുറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോ അതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന GKയോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലോ സബ്ജക്ട്സോ അങ്ങനെയല്ല അതിൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ കുറച്ചും കൂടി ഡെപ്ത് വന്നിട്ടുണ്ട്, കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായി. അപ്പോ മോസ്റ്റ് പ്രോബബ്ലി അല്ലെങ്കിൽ ഷുവർ ആയിട്ടും തന്നെ 2019 അല്ലെങ്കിൽ ഇപ്പോ ഈ കഴിഞ്ഞ എൻട്രൻസുകളിലൊക്കെ ഞാൻ എഴുതിയതിനേക്കാളും കുറെ കൂടി ഡെപ്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവാം. ഇപ്പൊ ഞാൻ എൻട്രൻസ് എഴുതി കഴിഞ്ഞ സമയത്തായിരുന്നു നമ്മുടെ സിലബസിലേക്ക് മാത്സ്, അരിത്മെറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാവുന്ന എല്ലാത്തരം ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ വർഷത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കാൻ ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കറണ്ട് അഫയർ ഭാഗത്തോട്ട് വരുമ്പോഴാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് GK അല്ലെ? GK ആണ്. പക്ഷെ കഴിഞ്ഞ എൻട്രൻസിൽ 2023-ലെ എൻട്രൻസ് തൊട്ട് ഈ ഒരു എൻട്രൻസിന്റെ കാലയളവിൽ വരുന്ന കുറച്ച് GK ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തവണത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നത്.
അപ്പോ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോച്ചിങ്ങിന് പോയ സമയത്ത് നമ്മൾ ചെയ്തൊരു മെത്തേഡാണ് കമ്മ്യൂണിറ്റി സ്റ്റഡി. അതായത് എല്ലാ ദിവസവും പത്രം വായിക്കുക. എല്ലാ ദിവസവും പത്രം വായിച്ചിട്ട് അന്നന്ന് നമുക്ക് തോന്നുകയാണ് ഇതൊരു ക്വസ്റ്റ്യൻ വാല്യൂ ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോ പത്രം നോക്കിയിട്ട് ഇങ്ങൊരു സമ്മിറ്റ് നടന്നു, G20 സമ്മിറ്റ് നടന്നു, അതിവിടെ വെച്ചാണ് നടന്നത്, ഇത്ര രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പത്രം നോക്കിയപ്പോൾ കാണുകയാണ്. ഞാനത് എഴുതി വെക്കും. അത് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ക്ലാസ്സിൽ പോകുന്ന സമയത്തില്ലേ, ഈ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ നോട്ട് ചെയ്ത് കൊണ്ടുവന്ന കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയ പല ടോപ്പിക്കുകളും മറ്റുള്ള കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ തുടർന്ന് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വി ആർ ലേണിംഗ് മച്ച് മോർ ദാൻ വാട്ട് വി എക്സ്പെക്ട്, അല്ലെ? നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടാവുന്നതിനേക്കാളും എത്രയോ അധികം നമുക്ക് കിട്ടുന്നു. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി ഷെയറിംഗ് മെത്തേഡ് ഇപ്പൊ നമുക്ക് നമ്മുടെ കോഴ്സിലോട്ട് കടക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ അന്നന്ന് കിട്ടുന്ന ടോപ്പിക്സ്, അന്നന്ന് ഉള്ള ന്യൂസുകൾ വായിക്കുക. ആ ന്യൂസ് വായിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കറണ്ട് അഫയർ വാല്യൂ ഉള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തി എഴുതി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ ന്യൂസുകൾ നിങ്ങൾ ആ ഗ്രൂപ്പിലിടുക. ആ ഗ്രൂപ്പിലിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, മറ്റു സ്റ്റുഡൻസും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ചിലപ്പോൾ എല്ലാവരും സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും ഷെയർ ചെയ്യുക, പക്ഷെ അതിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അത് ചിലപ്പോൾ ചോദ്യം വരെ വന്നേക്കാം. അപ്പോൾ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യന് വേണ്ടിയായിരിക്കും നിങ്ങൾ ഈ എഫേർട്ട് മൊത്തം ഇടുന്നത്. ആ ഒരു ഒറ്റ അറിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോ പിന്നെ വേറെ പറയാനുള്ളത്, നമ്മളിപ്പോ GK പഠിക്കുന്ന സമയത്ത്, GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഇത് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ GK ഭയങ്കര വാസ്റ്റാ, അല്ലെ? GKയിൽ എന്തൊക്കെ വരും? GKയിൽ പെടുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, ഈ വേൾഡ് ഐക്കൺസ്, വേൾഡ് ലീഡേഴ്സ്, സയൻസ്, റെനേസൻസ്, അതുപോലെ ലിറ്ററേച്ചർ, ആർട്സ്, സ്പോർട്സ്, ഇങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് GKയിലും കറണ്ട് അഫയേഴ്സിലും വരും. അപ്പൊ നിങ്ങളിത് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടായേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സോർട്ട് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ കേരള ലോ എൻട്രൻസ് എക്സാം ആണ് എഴുതുന്നത്, അപ്പൊ കേരള സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ കേരള ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് കേരളത്തിൽ നടന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, കേരള ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുള്ള വലിയ വലിയ സ്പോർട്സ് പേഴ്സൺസ് ഉണ്ട്, അവരുടെ അച്ചീവ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന കുറെ കാര്യങ്ങൾ, ഇപ്പോ തൊട്ടടുത്ത് കഴിഞ്ഞ വർഷമായിരുന്നു കോഴിക്കോട്, അല്ലെ? കോഴിക്കോട് നഗരത്തിന് യുനെസ്കോ ലിറ്റററി സ്റ്റേറ്റ് ലിറ്റററി ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു പദവി കൊടുത്തു, അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്റററി ഡിസ്ട്രിക്ട് എന്ന യുനെസ്കോ ഒരു പദവി കോഴിക്കോടിന് കൊടുത്തു. അപ്പോ എന്താണ്, അത് കേരള ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോ നാഷണൽ ലെവൽ എടുക്കുക. നാഷണൽ ലെവൽ എടുക്കുന്ന സമയത്ത് നാഷണൽ ലെവലിൽ വന്ന കാര്യങ്ങൾ, ഇപ്പോ 2023 G20 സമ്മിറ്റ് നടന്നു. 2023 G20 സമ്മിറ്റ് എവിടെയാണ് നടന്നത്? 2023 G20 സമ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിലായിരുന്നു. അപ്പൊ ഈ 2023 G20 സമ്മിറ്റ് ന്യൂഡൽഹിയിൽ നടന്നു എന്നുള്ളത് നിങ്ങൾ വേൾഡ് കറണ്ട് അഫയേഴ്സിൽ വേൾഡ് ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 2022 ഖത്തർ വേൾഡ് കപ്പ് എവിടെ നടന്നു, അത് വേൾഡുമായിട്ട് റിലേറ്റ് ഗ്ലോബലി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഗ്ലോബൽ ലെവലിലായിട്ട് നിങ്ങൾ വേറെ രീതിയിൽ സോർട്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ ലെവൽസിൽ അത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒറ്റ ഒരു ചട്ടക്കൂടില്, അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ നടന്ന കാര്യങ്ങൾ നാഷണൽ ലെവലിൽ വരുന്നത്, അതുപോലെ ഗ്ലോബൽ ലെവലിൽ വരുന്നത് ഗ്ലോബൽ ലെവലിൽ പറഞ്ഞിട്ട് വേറെ രീതിയിൽ സോർട്ട് ചെയ്യാം. ഇത് സോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എത്ര ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റഡി ഫോർമാറ്റ് ഫോളോ ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും. എന്താണ്, നമ്മൾ തരം തിരിച്ചിട്ട് കേരള ലെവലിലുള്ള GKയും കറണ്ട് അഫയേഴ്സും ഒരു ലെവലില്, അതുപോലെ നാഷണൽ ലെവൽ വേറെ, അതുപോലെ ഗ്ലോബൽ ലെവൽ വേറെ, ഇങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചായിരിക്കും ക്ലാസ്സസ് എടുക്കുക. പിന്നെ ഇപ്പോ ഈ നാഷണൽ ലെവൽ അതുപോലെ ഈ സ്റ്റേറ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരം തിരിച്ച് പഠിക്കുമ്പോൾ ചില മണ്ടത്തരങ്ങൾ നമുക്ക് പറ്റുന്നതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ.
മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ എക്സാംസിനൊക്കെ ട്രൈ ചെയ്തവർക്ക് പെട്ടെന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. കോട്ടയം എന്ന് പറയുന്ന ജില്ല നിങ്ങൾക്ക് അധികമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം കോട്ടയം നമ്മൾ അധികം കേട്ടിട്ടുള്ളത് സാക്ഷരതയുള്ള ജില്ല, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോട്ടയം കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരു മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ കോട്ടയം എന്ന് പറയുന്നത് തെറ്റുത്തരമാണ്. കോട്ടയം അല്ല, സെർച്ചിപ്പ് എന്ന് പറയുന്ന മിസോറാമിലെ ഒരു ജില്ലയാണ് ഇന്ത്യയിലെ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. കോട്ടയം വരുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ അതാണ് കോട്ടയം. നാഷണൽ ലെവലിലേക്ക് വരുമ്പോഴോ, നാഷണൽ ലെവലിൽ വരുമ്പോൾ അത് സെർച്ചിപ്പാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ജസ്റ്റ് അമളികളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഈ കറണ്ട് അഫെയർ ഭാഗത്ത് നമ്മുടെ ക്ലീ ഓറിയന്റഡ് ആയിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സിൽ അധികവും ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെന്നാന്ന് വെച്ചാൽ ഈ വേൾഡ് സമ്മിറ്റുകൾ, ഓരോ സമ്മിറ്റ് നടന്ന സ്ഥലങ്ങൾ ഏതാണ്, അതുപോലെ ഇന്ന ഒരു വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ വേൾഡ് കപ്പ് നടന്ന ലൊക്കേഷൻ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഗ്ലോബൽ ലെവലിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. അതുപോലെ നാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യങ്ങൾ അത് ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ നഗരങ്ങൾക്കും ഓരോ പദവി കിട്ടും. ഇപ്പോ ഓരോ എയർപോർട്ടിന് ക്ലീനസ്റ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ, ക്ലീനസ്റ്റ് അങ്ങനെ കുറെ ചോദ്യങ്ങൾ. അതായത് വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക്, ഏറ്റവും വലിയ മലനിര എവിടെയാണുള്ളത്, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം നാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ. അതുപോലെ പിന്നെ ഈ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണമെങ്കിൽ അതിൽ വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് കവർ ചെയ്യണമെങ്കിൽ ഈ 3 ലെവൽസിന് നിങ്ങൾ തരംതിരിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. പിന്നെ ഞാൻ വേറെ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നൊരു സബ്ജക്ട് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ടോർട്ടാണ്. നമ്മുടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പ്രൈമറി സബ്ജക്റ്റ് ആണ് ടോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ടോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ടോർട്ട് എന്താണെന്ന് ബേസിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവിൽ കുറ്റകൃത്യങ്ങളെയൊക്കെ വിവരിക്കുന്നതാണ് ടോർട്ട് എന്ന് പറഞ്ഞാൽ. അതായത് ക്രിമിനൽ അല്ലാത്ത ഏത് കുറ്റകൃത്യങ്ങളും ടോർട്ടിലാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോ ഈ ടോർട്ടിൽ നിന്ന് അധികവും വരുന്ന ചോദ്യങ്ങൾ, നിങ്ങളിപ്പോ എൻട്രൻസ് എഴുതുന്ന ഒരു പ്രവേശന പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നവരല്ലേ, അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഇൻഡെപ്ത് ആയിട്ട് സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്തല്ല, ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഓരോ ടേമുകളാണ്. ഇപ്പൊ ടോർട്ടിൽ വരുന്ന ഒരു ടേമാണ് റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത്. റൈറ്റ് ഇൻ റം എന്താണ് റൈറ്റ് ഇൻ റം എന്ന് ചോദിക്കും. അത് ടോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്താണ് റൈറ്റ് ഇൻ റം? റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ റൈറ്റ് അഗെയിൻസ്റ്റ് എവരിവൺ, ഇവിടെയുള്ള എല്ലാവർക്കും എതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ അവകാശമാണ് റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത്. അതുപോലെ ടോർട്ട് ഫീസർ എന്താണെന്ന് ചോദിക്കും. എന്താണ് ടോർട്ട് ഫീസർ? ടോർട്ട് ഫീസർ എന്ന് പറഞ്ഞാൽ ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന, ടോർട്ട് എന്താണ്? ഒരു സിവിൽ റോങ് ആണ്. അപ്പൊ ഈ സിവിൽ റോങ് കമ്മിറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ടോർട്ട് ഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ സർട്ടൻ ടേംസുകളാണ് ടോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ വേറൊരു ജനറൽ ഒരു ലീഗൽ GK എന്നുള്ള രീതിക്ക് ഇപ്പൊ ടോർട്ടിന് ചോദിക്കാം. ടോർട്ട് എന്ന് പറയുന്ന ടേം എവിടെ നിന്നാണ് അഡാപ്റ്റ് ചെയ്തത്? ടോർട്ട് എന്ന് പറയുന്ന ടേം എവിടെ നിന്നാണ് അഡാപ്റ്റ് ചെയ്തത്? അത് ഒരു ലാറ്റിൻ വേർഡാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് അധികം പ്രതീക്ഷിക്കാറുണ്ട്. പിന്നെ നമ്മുടെ എബി വക്കീൽ ഹാൻഡിൽ ചെയ്തൊരു സെഷനിൽ എബി വക്കീൽ നമ്മുടെ ലീഗൽ റീസണിങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഈ ലീഗൽ റീസണിങ്ങിലെ പല പ്രിൻസിപ്പിൾസും ടോർട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവാവുന്നതാണ്. കാരണം ടോർട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പറയുന്ന പല നിയമങ്ങളും ആയിരിക്കാം ലീഗൽ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മുടെ ലീഗൽ റീസണിങ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ടോർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീഗൽ റീസണിങ് ഭാഗം അതുപോലെ ലീഗൽ GK ഭാഗത്തൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കാര്യത്തിലൊക്കെ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഷെയർ ചെയ്യാനുള്ള അത്രയാണ്. പിന്നെ എന്നോട് പറഞ്ഞത് കൾച്ചറൽ ലൈഫിനെ പറ്റിയാണ്. ഈ കൾച്ചറൽ ലൈഫിനെ പറ്റി പറയുമ്പോൾ ഞാൻ അത്യാവശ്യം കോളേജിൽ എല്ലാ തരത്തിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോ ഈ ഒരു സെഷനിൽ തന്നെ പലരും കുറച്ച് പ്രായമായിട്ടുള്ളവരുണ്ടാവാം അല്ലെ, പ്രായമായിട്ടുള്ളവരുണ്ടാവും, അതുപോലെ 18 വയസ്സ് കഴിഞ്ഞ് ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞു നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോ ഈ പ്രായമായിട്ടുള്ളവരുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കാലത്ത് അങ്ങനെ ആയിരുന്നു. അതായത് ലോ കോളേജിൽ നിന്ന് ഈ കലോത്സവത്തിനും മറ്റും പോകുന്ന പിള്ളേര്
കാണിക്കുന്നത് കുറെ കുറുമ്പുകളാണ്, അല്ലെ? കുറെ കുസൃതി അല്ലെങ്കിൽ കുറെ അലമ്പ് പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി വരുന്നവരാണ് നമ്മുടെ ലോ കോളേജിലെ ആൾക്കാരെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ കാലം മാറുന്തോറും ലോ കോളേജുകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം 2018 ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ 2018 ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിലേക്ക് കയറുന്ന സമയത്ത് അന്നൊരു കലോത്സവം വന്നു, ജില്ലാ തല കലോത്സവം വന്നു, യൂണിവേഴ്സിറ്റി തല കലോത്സവം വന്നു. ആ കലോത്സവത്തില് നമ്മുടെ കോളേജ് അതിമനോഹരമായിട്ട് പ്രകടനം നടത്തി. ഈ പ്രകടനം നടത്തി നമ്മളൊരു 3000, 4000 അല്ലെങ്കിൽ 2000 പിള്ളേരൊക്കെ പഠിക്കുന്ന ആർട്സ് കോളേജുകൾക്കെതിരെയാണ് മത്സരിക്കുന്നത്. ഈ ആർട്സ് കോളേജുകൾക്കെതിരെ മത്സരിച്ച് ഒരു ടോപ്പ് പൊസിഷനിൽ എത്തുക, അതുമാത്രമല്ല പല ആർട്സ് കോളേജുകളെ പിറകിലാക്കിക്കൊണ്ട് ഒരു ടോപ്പ് പൊസിഷനിൽ എത്തുക എന്നുള്ളത് വളരെ നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ പഠിച്ചിറങ്ങി അവസാന വർഷം ആ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ക്യാമ്പസിലെ നമ്മുടെ ക്യാമ്പസ് കലോത്സവ വേദികളില് ഈ ഒരു പോയിന്റ് ടേബിളിൽ റാങ്കുകൾ കൂടിയിട്ടുള്ളതല്ലാതെ, അതായത് മെച്ചപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ പുറകിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇപ്പൊ ഞാനടക്കം കോളേജ് ലെവലിൽ നാടകങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ നമ്മുടെ വർണ്ണന വക്കീല് എന്റെ കൂടെ പഠിച്ചതാണ്. അപ്പൊ വർണ്ണന വക്കീലും ഞാനൊക്കെ സ്റ്റേജ് ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുള്ള, ഞങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് ക്യാമ്പൊക്കെ ചെയ്ത് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ ഇങ്ങനത്തെ സർഗാത്മകമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ എബി വക്കീല് നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ ബാലൻസിങ്, അല്ലെ? കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണ്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, പഠിക്കാതിരിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. ഗവൺമെന്റ് ലോ കോളേജുകൾ അങ്ങനെയാണ്. ശരിക്കും നിങ്ങൾ ആരും സ്പൂൺ ഫീഡ് ചെയ്യാനോ ഒന്നിനും തന്നെ ആരും വരില്ല. പക്ഷെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഇപ്പൊ എബി വക്കീൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബാലൻസിങ് ചൂസ് ചെയ്ത ആളാണ്. എനിക്കെല്ലാം വേണമായിരുന്നു. അപ്പൊ എന്റെ കൾച്ചറൽ ലൈഫിനെ അവിടെ ത്യജിച്ചിട്ടില്ല നന്നായിട്ട് പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാതെ ഇരുന്നിട്ടില്ല. അപ്പോ നിങ്ങൾക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ചോയ്സ് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആരും ചോദ്യം ചെയ്യാനോ ഒന്നിനും തന്നെ വരുന്നില്ല. എന്നാൽ നല്ല റൈറ്റ് ഡിസിഷൻസ് എടുത്ത് നിങ്ങൾക്ക് നല്ലപോലെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗവൺമെന്റ് ലോ കോളേജ് ആർ ദ ബെസ്റ്റ് പ്ലേസസ് ഫോർ യു. സോ അടിപൊളിയായിട്ട് എല്ലാവരും എൻട്രൻസ് പഠിക്കാൻ നമുക്ക് വീണ്ടും ഇതുപോലെ ക്ലാസ്സുകളിൽ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വിജയ്. വിജയ് വക്കീലിന്റെ ക്ലാസ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോളോ അപ്പ് ആയിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ആണ്. ഐ കോൾ അപ്പോൺ അഡ്വക്കേറ്റ് അശ്വിൻ സർ ടു ഹാൻഡിൽ ദി സെഷൻ ആസ് വെൽ ആസ് സർ തന്നെ നമ്മുടെ ഈ സെഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അശ്വിൻ സർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഓറിയന്റേഷൻ സെഷനകത്ത് മാക്സിമം പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് എൻട്രൻസ് പരീക്ഷ, അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, കാരണം നമ്മൾ വോയിസ് ഓപ്പൺ ചെയ്യാത്ത, വോയിസ് വേണ്ടവർക്കൊന്ന് ഹാൻഡ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് നിങ്ങളുടെ എനേബിൾ ചെയ്ത് തരാം കേട്ടോ. ടോട്ടൽ 5 year ഫീ. ആന്റണി ജോസ്. ഫീസ് എന്ന് പറയുന്നത് ഒരു നിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല. ഗവൺമെന്റ് കോളേജുകൾക്കകത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള ഫീസുകളോ മറ്റോ ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിന് വേണ്ടത് ഓൾറെഡി ഹരിസാറൊക്കെ പറഞ്ഞ പോലെ ടോപ്പ് റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ്, ഏറ്റവും നല്ല റാങ്കിലേക്ക്. എക്സാം ഫീ, സെം ഫീ, ആക്ച്വലി എക്സാം ഫീ, സെം ഫീ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് വളരെ റയർ ആയിട്ടുള്ള, അതായത് ഒരു 2000, 3000 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് ഫീസ് വരുന്നുള്ളൂ. അത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന ഫീസുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതും അതിനകത്ത് റിസർവേഷൻ കാറ്റഗറിക്കകത്തൊക്കെ അതില് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്തൊരു പ്രൈവറ്റ് ലോ കോളേജുകളിലാവുമ്പോൾ അവിടെ ഫീസുകൾ വരും. ഓക്കെ, അതുപോലെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഇ ഗ്രാന്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതിനെല്ലാം ഫീസ് ഇളവുകളുണ്ട്. ഓക്കെ, ജനറൽ കാറ്റഗറിയിലുള്ള ഈ ഗ്രാന്റുകളെല്ലാം ഒന്നും കിട്ടാത്തവർക്ക് മാത്രമാണ് അവിടെ ഫീസും മറ്റു കാര്യങ്ങളും ഗവൺമെന്റ് കോളേജുകൾ വരുന്നുള്ളൂ. പ്രൈവറ്റ് കോളേജുകൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് ഗവൺമെന്റ് ലോ കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഡൗട്ട്, ഇതൊക്കെ കേട്ടിട്ട് പേടിയാവും, ബട്ട് ഇത് നേടണം എന്ന് ഉണ്ട്.
ഷെൻസ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എന്തിനാ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു പേടി തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു കോടതിയിൽ കോട്ടിട്ട് വക്കീലായി നിൽക്കുമ്പോൾ നമ്മളൊരു 302 മർഡർ കേസിനകത്ത് ട്രയൽ നടത്തേണ്ട വക്കീലാണെന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് ചിന്തിച്ചു നോക്കൂ. അപ്പൊ അത്രയും വലിയ കേസുകളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അഡ്വക്കേറ്റ്സ് നമ്മൾ ചെറിയ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മൈൻഡിനെ നമ്മൾ പറഞ്ഞ് ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ് എന്നുള്ള ചിന്താഗതിയിൽ വേണം നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ, കൈകാര്യം ചെയ്യാം കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ് അഡ്ഹോക് ലേണിങ്ങിനകത്ത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. നമ്മുടെ ആപ്പ് ത്രൂ ആണ് കംപ്ലീറ്റ് ക്ലാസ്സസും വരുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ ഇഷ്യൂ ഉള്ളവർക്ക് ഗ്രാമർ ഇഷ്യൂ ഓൾറെഡി പറഞ്ഞല്ലോ. ഗ്രാമർ എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്, മനസ്സിലായോ ഷെൻസ? അതായത് ഗ്രാമർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിനേക്കാൾ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഡെയിലി ഞങ്ങൾ തരുന്ന സംഭവം, ഞങ്ങളുടെ കോഴ്സിനകത്താണെങ്കിൽ കൃത്യമായിട്ട് ഡെയിലി എന്ത് പഠിക്കണം, ഏത് ഭാഗം പഠിക്കണം എന്നുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അത് റെഗുലർ ആയിട്ട് പഠിക്കാം. റിവിഷൻ ഈസ് എ മസ്റ്റിംഗ്. നമ്മൾ എന്തൊക്കെ പഠിക്കുകയാണെങ്കിൽ റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. റിവിഷൻ ഇല്ലാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവിഷൻ ആണ് കേട്ടോ. എൻട്രൻസ് കോച്ചിങ് ഫീ നമ്മൾ ഓൾറെഡി സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്, ഇപ്പോ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് കോഴ്സ് ഫീസ് വരുന്നത് 2499 ആണ് കേട്ടോ. 3999 ആണ് നമ്മുടെ കോഴ്സ് ഫീസ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് 2499 രൂപയ്ക്കാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ഫീസ് ആണ്. ഇതിനകത്ത് വേറെ എക്സ്ട്രാ ഒരു ഫീസും ഇല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ടിൽ എക്സാം വരെ നിങ്ങൾക്ക് ഈ 2499 മാത്രമേ ഉള്ളൂ. വേറെ കൺവീനിയൻസ് ഫീസോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇന്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജസോ ഒന്നുമില്ല. അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വേറെ എക്സ്ട്രാ പേയ്മെന്റോ മറ്റൊന്നും തന്നെ നമ്മുടെ കോഴ്സിനകത്ത് വരുന്നില്ല കേട്ടോ. ടോട്ടൽ 2499 രൂപ നമുക്ക് കോഴ്സ് വരുന്നുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് കാര്യങ്ങൾ മോഡൽ എക്സാംസ് ഉൾപ്പെടെ എല്ലാം 7 days ക്ലാസ്സസ് റൈറ്റ്. അതിനകത്ത് ഇട്ടിരിക്കുന്നത് പോലെ, അതായത് 6 days നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതിന്റെ റെക്കോർഡ് സെഷൻ ഉണ്ടായിരിക്കും. 7th day എന്ന് പറയുന്നത്, അതായത് സൺഡേസിൽ നമുക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നു. ഒരു വീക്കിൽ പഠിച്ചതിനൊന്നും എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും സൺഡേസിൽ ഉണ്ടാവും. വെൻ വിൽ ബി ദ എക്സാം ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ? എക്സാമിന്റെ ഡേറ്റ് ഇതുവരെയും വന്നിട്ടില്ല. ഹരേ സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം എന്ന് പറയുന്നത് നോർമലി നടക്കാറുള്ളത് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ്. പക്ഷെ ഈ പ്രാവശ്യം നേരത്തെ നടത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബട്ട് എക്സാം നോട്ടിഫിക്കേഷൻ അല്ലാതെ എക്സാം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ഇലക്ഷൻ ഒക്കെ ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം. സോ കുറച്ച് നീണ്ടുപോയേക്കാം. എന്നാലും ഒരു ജൂൺ, അതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഒരു 2 മാസം മാത്രം പ്ലാൻ ചെയ്താൽ മതി. വിത്തിൻ 2 months നിങ്ങൾ എല്ലാ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് പഠിച്ച് റെഡി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ റാങ്ക് ലിസ്റ്റിന് താഴെ വന്നിട്ട് കാര്യമില്ല, റാങ്ക് ലിസ്റ്റിന് മുകളിൽ തന്നെ എത്തണം. ഏറ്റവും ടോപ്പ് ഓഫ് ദ റാങ്ക് ലിസ്റ്റ് നമ്മൾ എത്താൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ എൻട്രൻസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഡിഗ്രി ഒക്കെ ചെയ്യുന്ന പോലെ എൻട്രൻസ് ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈവറ്റ് ലോ കോളേജുകൾ അതുപോലെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടെയും ഓപ്ഷൻസ് ഉണ്ട്, എൻട്രൻസ് ഇല്ലാതെ പഠിക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ റെഗുലർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലൊക്കെ ബാർ അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ ബാർ കൗൺസിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ റെഗുലർ ആയിട്ട് നമ്മൾ പഠിക്കണം. ദെൻ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്, നല്ല എക്സ്പെൻസീവ് ആണ്. അത്രയും എക്സ്പെൻസീവ് ആയിട്ടും പക്ഷെ ക്വാളിറ്റി വൈസിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് ലോ കോളേജസ് ആണ് ഹൈ ക്വാളിറ്റി കണ്ടന്റുകളും ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെയുള്ള ലൈബ്രറീസും മറ്റു ഫെസിലിറ്റീസും എല്ലാം തരുന്നത് ശരിക്കും ഗവൺമെന്റ് ലോ കോളേജ് തന്നെയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ആഫ്റ്റർ LLB നമുക്ക് എപ്പോഴും ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എന്താ പ്രിവിലേജ് ആണ്. ദെൻ 2 months പഠിക്കാനുള്ളൂ. രഞ്ജിത, ആക്ച്വലി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ 2 മാസം കൊണ്ട് പഠിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പോ വിജയ് വക്കീൽ പറഞ്ഞതുപോലെ GK എന്ന് പറയുന്നതൊക്കെ വാസ്റ്റ് ആണ് അല്ലെ. എന്താ പറയാ, സൂര്യന് താഴെ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സൂര്യന് മുകളിലും സൂര്യനുള്ളിലുള്ള ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. സോ ആ കാര്യങ്ങളെല്ലാം പഠിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ട് പറ്റുമോ ചോദിച്ചാൽ പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ഇവന്റ് ആണ്. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിക്കലി പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായിട്ട് നോക്കി സിലബസിൽ സ്ഥിരമായി വരുന്ന ഭാഗങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്ത ഭാഗങ്ങൾ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ 2 months is enough, more than enough. ഓക്കെ, ഈസ് വിത്ത് മെന്റർ ഫീ 2499. യെസ്, മെന്റർ ഫീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനകത്ത് മെന്റേഴ്സിനൊന്നും മറ്റ് എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മെന്റർ സപ്പോർട്ടാണ് നമ്മൾ സൺഡേസിൽ ചെയ്യുന്നത്.
പിന്നെ ഈവൻ നമ്മുടെ ആപ്പിനകത്ത് ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. എനി ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ഓപ്ഷനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ദെൻ അപ്പൊ തന്നെ അത് കൺസേൺഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയോട് ചോദിച്ച് അതിന്റെ റിപ്ലൈ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എനി ടൈം നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം നമുക്ക് തരാം. ഓക്കെ. ആസ് എ ലോയർ, കഴിഞ്ഞ ഇയർ എക്സാം കമ്പാരിറ്റീവ്ലി ടഫ് ആയിരുന്നോ ഓർ സിമ്പിൾ ആയിരുന്നോ സർ? അഞ്ജന, ആക്ച്വലി ഇപ്പോ എക്സാംസ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഫാക്ട് ഈസ് ദാറ്റ് ടഫായി വന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് എക്സാം ആണ്. ആ ഒരു എൻട്രൻസ് എക്സാമിനോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള ലോ എൻട്രൻസ് എക്സാമിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉയർന്ന സ്ട്രാറ്റജിയിൽ തന്നെ പഠിക്കണം. ഓക്കെ. അതായത് മുമ്പൊക്കെ ചോദിച്ചിരുന്ന ചോദ്യങ്ങളിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ആയി തുടങ്ങി. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നോർമലി സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ഡയറക്ട്ലി ചോദിക്കാറുണ്ട്. ഇപ്പൊ എല്ലാവർക്കും, ഒരുവിധം എല്ലാവർക്കും ഈ സിനിമ കാണുന്നവർക്കൊക്കെ അറിയുന്നതാണ് 302 എന്ന് പറയുന്നത് മർഡർ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ 376 എന്ന് പറയുന്നത് റേപ്പ് ആണ് എന്നുള്ളതൊക്കെ. സോ അതൊക്കെ ഡയറക്ട്ലി ചോദിക്കാറുണ്ട് പണ്ട്. പക്ഷെ ഇപ്പോ അതിൽ നിന്നും ഈ 376ന്റെ ഇൻഗ്രീഡിയൻസ് ചോദിക്കാൻ തുടങ്ങി. കുറച്ചു മുമ്പ് എബി വക്കീൽ പറഞ്ഞതുപോലെ തെഫ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സോ നമ്മൾ ആ ഒരു ഡീപ്പ് രീതിയിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. അടുത്ത ക്ലാസ്സസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് നമ്മൾ April 11th ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ അഡ്മിഷൻസ് നാളെ മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുത്തു തുടങ്ങാം. അതിന്റെ ലിങ്കും ആപ്പിന്റെ ലിങ്കും മറ്റു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ. ഓക്കെ. ദെൻ കോച്ചിങ് ഡ്യൂറേഷൻ 2 months ഫിക്സ്ഡ് ആണോ എന്ന് തൊട്ട് സ്റ്റാർട്ട്? 2 months ഫിക്സ്ഡ് അല്ല, അപ് ടു എക്സാം ആണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ 3 months കഴിഞ്ഞിട്ട് എക്സാം നടക്കണമെങ്കിൽ അതുവരെ നമ്മുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ദെൻ ഈവൻ അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരുപക്ഷെ സിലബസ് തീരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് റിവിഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ് ടു എക്സാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ഏതെങ്കിലും മെസ്സേജസ് നോക്കട്ടെ. എന്നാണ് +2 കഴിഞ്ഞ ഒരാൾക്ക് ഇത് പെട്ടെന്ന് എന്താന്ന് പോലും അറിയില്ല, 2 months കൊണ്ട് ഇത് പഠിക്കാൻ പറ്റും? ഓഫ് കോഴ്സ് ഷെൻസ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ +2 കഴിഞ്ഞ കുട്ടികളല്ല ഈ 5 year LLB ഒക്കെ എടുത്തു വരുന്നേ. എല്ലാവരും +2 കഴിഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ തന്നെ പഠിച്ചിട്ട് തന്നെയാണ് എല്ലാവരും എത്തുന്നത്. 90% ആൾക്കാരും. നിങ്ങൾ ലോ കോളേജ്, ഗവൺമെന്റ് ലോ കോളേജുകളിൽ വന്ന് നോക്കി കഴിഞ്ഞാല് നിങ്ങൾ ക്ലാസ്സിലേക്കൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അറിയാം, നിങ്ങളുടെ കൂടെ വന്നതിനകത്ത് 90% ആൾക്കാരും ഒരു 1 yearന്റെ കോച്ചിങ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 2 monthsന്റെ ടൈം, ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചവരായിരിക്കും കൂടെ പഠിക്കുന്നവരൊക്കെ. സോ നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. +2 കഴിഞ്ഞുള്ളൂ. +2 കഴിഞ്ഞവരല്ലേ ഈ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്തെടുക്കുന്നേ. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് LLBക്ക് എൻട്രൻസിന് കോച്ചിങ്ങിന് പോകുന്നവർ വളരെ കുറവാണ്. മെഡിക്കൽ എൻട്രൻസും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ നിങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. LLBയുടെ എൻട്രൻസിന് പോകുന്നവർ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. സോ അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കാൻ വേണ്ട. അവരൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്ത് അവരെക്കാൾ കൂടുതൽ റാങ്ക് ഒക്കെ വാങ്ങാൻ പറ്റും. 2 months is enough. Which document are needed to appear for the entrance exam? എൻട്രൻസ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ബേസിക് ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്, അതിപ്പോ +2 ആണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള 3 year LLB ആണെങ്കിൽ 3 year ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നാറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, അങ്ങനെ നോർമൽ ഒരു എക്സാമിന് വേണ്ട അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് മാത്രമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഐ എം 99 degree pass out, need TC for admission. 1 second. അതായത് 99-ല് ഡിഗ്രി പാസ് ആയിട്ടുള്ളതാണ് ട്രാൻസ് സർട്ടിഫിക്കറ്റ് അല്ല ഉദ്ദേശിച്ചത്, TC. ദെൻ അത് ഞങ്ങൾ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. റിയാസ് ഒന്ന് ഞങ്ങളായിട്ടൊന്ന് ബീൻ കോണ്ടാക്ട്. ഓക്കെ, ഞങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. Since I have only had a coaching of 1 month after +2. Oh, enough. ഷെൻസ, yes, കണ്ടോ എബി വക്കീൽ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് 1 month മാത്രമേ +2 കഴിഞ്ഞിട്ട് കോച്ചിങ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എത്ര തവണ ക്ലീ എൻട്രൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും? ആക്ച്വലി അഞ്ജന, അങ്ങനെ ക്ലീ എൻട്രൻസ് അറ്റൻഡ് ചെയ്യാൻ ഇത്ര ടൈംസ് എന്ന് പറയുന്ന ഒരു എണ്ണമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 year പ്ലാൻ പോലെ, പഞ്ചവത്സര പദ്ധതി പോലെ നിങ്ങൾ മാറ്റിവെക്കരുത് ഒരിക്കലും. ഡു ഇറ്റ് നൗ. ഓക്കെ, ഇതാണ് റൈറ്റ് ടൈം എന്ന് വിചാരിച്ചു വേണം നമ്മൾ ചെയ്യാൻ. കാരണം എന്താണെന്ന് അറിയോ,
നമ്മുടെ കൂടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണം ഒരു നെക്സ്റ്റ് ഇയർ ആവാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ കോർട്ടിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് നമ്മൾ കോടതിയിൽ വരുമ്പോൾ നമ്മളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ശേഷം പഠിച്ചു വന്ന പലരും അവിടെ നമ്മുടെ സീനിയർ ആയിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തുക എന്നുള്ളത്. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്നുള്ള ചിന്തിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഇപ്രാവശ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്ത് ഇപ്രാവശ്യം തന്നെ ബെസ്റ്റ് അറ്റംപ്റ്റ് നടത്തി. ഓരോ അറ്റംപ്റ്റും ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കണം, അല്ലാണ്ട് അടുത്ത പ്രാവശ്യം ആയിരിക്കും ബെസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ ഇല്ല. കംപ്ലീറ്റ് സിലബസ് ഇപ്രാവശ്യം തന്നെ കവർ ചെയ്ത് ഇപ്രാവശ്യം തന്നെ നേടിയെടുക്കണം കേട്ടോ. ക്ലാസ് ടൈം ചേഞ്ച് ആവോ? ക്ലാസ് ടൈം മീൻസ് നമ്മുടെ അഡ്ഹോക് ലിഖത്തിനകത്താണോ? ഇല്ല, 8:30 to 10 തന്നെ ആയിരിക്കും നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടാവുക. ബട്ട് നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിച്ചോളൂ, ഇനി ആ ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതിന്റെ റെക്കോർഡഡ് വേർഷൻ ഉറപ്പായിട്ടും അതിനകത്ത് നെക്സ്റ്റ് ഡേ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതൊക്കെ ആപ്പിനകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ്. ഓക്കെ, ക്ലാസ് ടൈം ആ ഒരു ടൈമിൽ ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാക്സിമം ലൈവിൽ കയറാൻ ശ്രമിക്കുക. ഇനി ഈവൻ ലൈവിൽ കയറിയില്ലെങ്കിൽ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വേർഷൻ കിട്ടും കേട്ടോ. വെരി എഫക്റ്റീവ് ക്ലാസ്, ഡൗട്ട് ഒക്കെ ക്ലിയർ ആക്കാൻ പറ്റി. താങ്ക് യു സർ ആൻഡ് എബി സർ. യാ താങ്ക് യു ഷെൻസ. ഇനി ആരാണ് ഡൗട്ട് ഉള്ളത്? 1+2 +3 അല്ലെ സർട്ടിഫിക്കറ്റ് വേണ്ടത്? SSLC +2 ഡിഗ്രി ഡോക്യുമെന്റ്. രഞ്ജിത, എനിക്ക് ക്ലിയർ ആയില്ല. +2 +3 അല്ലെ സർട്ടിഫിക്കറ്റ് വേണ്ടത്? SSLC +2 ഡിഗ്രി ഡോക്യുമെന്റ്. ഓക്കെ, ഞാൻ രഞ്ജിത എന്തായാലും കുറച്ചു മുമ്പ് ഒരാളോട് ഞാൻ പറഞ്ഞില്ല, അതുപോലെ ബീൻ ടച്ച് റിയാസിനോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ? യെസ്, ബിന്ദു കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതർ ദാൻ ദിസ് എൻട്രൻസ് കോച്ചിങ്, വാട്ട് ആർ ഓൾ ദി സ്റ്റഡി മെറ്റീരിയൽസ് വി ക്യാൻ റെഫർ ഫോർ ദിസ് എക്സാം? ആക്ച്വലി നികേഷ്, നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടും. അതായത് സോഴ്സസ് ആണ്, പക്ഷെ ഈ സോഴ്സസിൽ നിന്നും നമ്മൾ കണ്ടെത്തി നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ദാറ്റ്സ് ടൈം കൺസ്യൂമിങ്. ആ ടൈം കൺസ്യൂം ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 months നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല. അതായത് ഞാൻ നിങ്ങളോട് പറയുന്നത് ബെസ്റ്റ് നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരു കാര്യം നമ്മൾ ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും എല്ലാവരോടും ഈവൻ PSC കോച്ചിങ്ങിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ബുക്ക് 100 times വായിക്കുന്നതാണ് 100 books ഒരു പ്രാവശ്യം വായിക്കുന്നതിനേക്കാൾ നല്ലത്. എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ഇഷ്ടം പോലെ ബുക്സ് കിട്ടും, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഈവൻ നികേഷ്, നമ്മളിപ്പം GK ടുഡേ പോലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് കിട്ടണമെങ്കിൽ വിഷൻ IAS പോലുള്ള വെബ്സൈറ്റുകളുണ്ട്. ദെൻ വേരിയസ് കൈൻഡ് ഓഫ് റാങ്ക് ഫയൽസ് കിട്ടും നമുക്ക്. LLB എൻട്രൻസ് കോച്ചിങ്ങിന്റെ റാങ്ക് ഫയലുകളുണ്ട്. സോഴ്സസ് ആർ ദെയർ. ബട്ട് നമ്മൾ അതിനെല്ലാം ഒരെണ്ണം കുറച്ച് പഠിച്ച് നെക്സ്റ്റിലേക്ക് പോയി, നെക്സ്റ്റ് പഠിച്ച് നെക്സ്റ്റിലേക്ക് പോയി. സോ നമ്മളത് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് അത് ഒരെണ്ണത്തിൽ പക്ഷെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങളത് 100 times നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് എക്സാം ഹോളിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നിങ്ങളെല്ലാവരും മാക്സിമം ഞങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ദെൻ ഓൾസോ നമ്മൾ ആപ്പിനകത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഐ ഹോപ്പ് ഇപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സെഷൻ കൈകാര്യം ചെയ്ത എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി മാക്സിമം കാര്യങ്ങൾ പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ ഒരു ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സസിൽ കാണാം അല്ലേ?